നമസ്കാരം. മാസ്റ്റേഴ്സ് കീ അക്കാഡമിയുടെ AMEയുടെ ഫ്ലൂയിഡ് മെക്കാനിക്സിൻ്റെ ക്ലാസ്സാണ് ഞാൻ ഇന്ന് ഇവിടെ എടുക്കുന്നത്. എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ക്ലാസ് തുടങ്ങാം. ഓക്കെ, ഫസ്റ്റ് വൺ തന്നെ പറയാനുള്ളത് ഡെഫിനിഷൻ ഓഫ് ഫ്ലൂയിഡ്. വാട്ട് ഈസ് എ ഫ്ലൂയിഡ്? എ ഫ്ലൂയിഡ് ഈസ് എ സബ്സ്റ്റൻസ് വിച്ച് ഹാസ് ദ എബിലിറ്റി ടു ഫ്ലോ. അതായത് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവായിരിക്കും. എന്ത് വസ്തു? ആ വസ്തുവിന് ഫ്ലോ ചെയ്യാനുള്ള ഒരു അബിലിറ്റി ഉണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഫ്ലൂയിഡ്. ഓക്കെ, സിമ്പിൾ ഡെഫിനേഷൻ ആണ്. ഫ്ലൂയിഡ് എന്ന് പറഞ്ഞ ഒരു സബ്സ്റ്റൻസ് ആണ്. ആ സബ്സ്റ്റൻസ് എന്ന് പറയുമ്പം അതിനൊരു അബിലിറ്റി ആണ്, ഫ്ലോ ചെയ്യാനുള്ള അബിലിറ്റി. സിമ്പിൾ ഡെഫിനേഷൻ. ഫ്ലൂയിഡ് ഈസ് എ സബ്സ്റ്റൻസ് വിച്ച് ഹാസ് ദ അബിലിറ്റി ടു ഫ്ലോ. ഫസ്റ്റ് പോയിന്റ് തന്നെ ഇതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, അടുത്ത പോയിന്റ് പറയാൻ നോക്കിക്കേ. എ ഫ്ലൂയിഡ് ഈസ് ഓൾസോ ഡിഫൈൻഡ് ആസ് എ സബ്സ്റ്റൻസ് വിച്ച് കണ്ടിന്യൂസ്ലി ഡീഫോംസ് വിച്ച് ഓഫർ ടു റെസിസ്റ്റൻസ് ടു ഡീഫോമേഷൻ. ഓക്കെ, അപ്പോൾ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞ വസ്തുവിന് മറ്റൊരു ഫീച്ചറോട് ഉണ്ട്. കണ്ടിന്യൂസ്ലി ഡീഫോമേഷൻ സംഭവിക്കും. ഡീഫോമേഷൻ നിങ്ങൾക്ക് അറിയാം, ചേഞ്ച് ഓഫ് സൈസ് ആണ്. ഓക്കെ, ചേഞ്ച് ഓഫ് സൈസ് സംഭവിക്കും ഫ്ലൂയിഡിന്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. നമ്മൾ വാട്ടറൊക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നമ്മൾ വാട്ടറൊക്കെ നമ്മൾ ഏതൊരു കണ്ടെയ്നറിലോട്ടാണ് വാട്ടർ പോർ ചെയ്യുന്നത് ആ ഷേപ്പിലോട്ട് മാറാനുള്ള അബിലിറ്റി വാട്ടറിനൊക്കെ ഉണ്ട്. വാട്ടർ ഈസ് എ ടൈപ്പ് ഓഫ് ഫ്ലൂയിഡ്. ഗ്യാസും ഇത് തന്നെ. ഗ്യാസും നമ്മൾ ഏതൊരു കണ്ടെയ്നറിലോട്ട് വേണം നമുക്ക് കംപ്രസ് ചെയ്ത് വെക്കാം. ഓക്കെ, അതുകൊണ്ടാണ് ആ ഒരു പോയിന്റ് പറയുന്നത്. എ ഫ്ലൂയിഡ് ഈസ് ഓൾസോ ഡിഫൈൻഡ് ആസ് എ സബ്സ്റ്റൻസ് വിച്ച് ക്യാൻ കണ്ടിന്യൂസ്ലി ഡീഫോം. അതായത് ഡീഫോമേഷന് റെസിസ്റ്റൻസ് ആര് പ്രൊവൈഡ് ചെയ്യുന്നില്ല? ഫ്ലൂയിഡ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. അങ്ങനെ ഒരു ഡെഫിനിഷനും കൂടെ നമ്മൾ ഫ്ലൂയിഡിന് പറയുന്നുണ്ട്. പിന്നെ നമുക്ക് നോക്കാനുള്ളത് ടൈപ്സ് ഓഫ് ഫ്ലൂയിഡ്സ്. മെയിൻലി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, മെയിൻലി 2 ടൈപ്പ് ഓഫ് ഫ്ലൂയിഡ് ആണ്. പക്ഷേ പ്ലാസ്മയും ഫ്ലൂയിഡായിട്ട് തന്നെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, മെയിൻലി 2 ടൈപ്പുള്ള ഫ്ലൂയിഡ്സ് നിങ്ങൾക്ക് അറിയാം. ലിക്വിഡ്സ് ആണ്, ഗ്യാസസ് ഉണ്ട്, പിന്നെ അതർ വൺ ഫോം പ്ലാസ്മ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത പോർഷനിലോട്ട് പോവാം. ഓക്കെ, അടുത്ത നമുക്ക് പഠിക്കാനുള്ളതാണ്, ഇമ്പോർട്ടൻ്റ് ആണിത്, പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്. FMൻ്റെ അകത്ത് ആദ്യമേ നമ്മൾ ബേസിക്സ് തുടങ്ങുമ്പോഴത്തേക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഫ്ലൂയിഡ്സിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്. ഓക്കെ, ആദ്യത്തെ പ്രോപ്പർട്ടി, വെരി വെരി ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി, മാസ് ഡെൻസിറ്റി ഡിനോട്ടഡ് ബൈ റോ. ഓക്കെ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മാസ് ഡെൻസിറ്റി ഡിനോട്ടഡ് ബൈ റോ. ഓക്കെ, അപ്പോൾ നമ്മൾ മാസ് ഡെൻസിറ്റിയുടെ ഡെഫിനിഷൻ ആദ്യം പഠിക്കണം. മാസ് ഡെൻസിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് മാസ് പെർ യൂണിറ്റ് വോളിയം. അതായത് യൂണിറ്റ് വോളിയത്തിലുള്ള മാസിനെ പറയുന്ന പേരാണ് മാസ് ഡെൻസിറ്റി ഡിനോട്ടഡ് ബൈ റോ. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അതാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. റോ ഈസ് ഈക്വൽ ടു M/V. സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. അപ്പോൾ ഓക്കെ, മാസ് പെർ യൂണിറ്റ് വോളിയം. അപ്പം നമുക്ക് അറിയാവുന്ന കാര്യമാണ്, അതിൻ്റെ SI യൂണിറ്റ് എന്തുമായിരിക്കും? മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാം, വോളിയത്തിൻ്റെ യൂണിറ്റ് മീറ്റർ ക്യൂബ്. അപ്പോൾ നമ്മുടെ SI യൂണിറ്റ് എന്തുമായിരിക്കും? മാസ് ഡെൻസിറ്റിയുടെ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. സിമ്പിൾ കോൺസെപ്റ്റ്. അടുത്തത് അതിൻ്റെ ഡയമെൻഷൻ നമ്മൾ ഓർത്തിരിക്കണം. ഈ പറയുന്ന പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സിൻ്റെ എല്ലാത്തിൻ്റെയും ഡയമെൻഷൻസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ബൈഹാർട്ട് ചെയ്ത് വെച്ചാൽ മതി. മാസ് ഡെൻസിറ്റിയുടെ ഡയമെൻഷൻ എന്ന് പറയുമ്പം ml⁻⁻3. നമുക്കിത് സോൾവ് ചെയ്യാം, പക്ഷേ PSC പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്കിത് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ആ സോൾവ് ചെയ്യുന്ന എല്ലാം കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് വെറുതെ കൺഫ്യൂഷൻ ആകത്തുള്ളൂ. എക്സാം പോയിന്റ് ഓഫ് വ്യൂ നിങ്ങളിത് പഠിച്ചു വെച്ചിരുന്നാൽ മതി FMൻ്റെ കേസിൽ. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, SI യൂണിറ്റ് ഞാൻ പറഞ്ഞു കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഡയമെൻഷൻ ഞാൻ പറഞ്ഞു ml⁻⁻3. ഇത് മസ്റ്റായിട്ട് ഓർത്തിരുന്നോണം. ഇനി നമുക്ക് ഇത്രയാണ് മാസ് ഡെൻസിറ്റിയിൽ ഡെഫിനിഷൻ ടേംസിൽ പറയാനുള്ളത്. ഇനി നമുക്ക് ഡെൻസിറ്റി വേരിയേഷൻ എങ്ങനെയൊക്കെ വരാം, അത് ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്, അത് പറയണം. ഓക്കെ, ഇപ്പോൾ നോക്കിക്കേ, ആസ് പ്രഷർ ഇൻക്രീസസ് ഡെൻസിറ്റി ഓൾസോ ഇൻക്രീസസ്. അപ്പോൾ ഇത് നോക്കണം, പ്രഷർ ഇൻക്രീസസ്, പ്രഷർ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെൻസിറ്റിക്ക് എന്ത് സംഭവിക്കും? ഡെൻസിറ്റി ഓൾസോ ഇൻക്രീസസ്. അപ്പോൾ ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ ഒരു പോയിന്റ് ഓർത്തോണം. പ്രഷർ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെൻസിറ്റി എന്ത് സംഭവിക്കും? ഡെൻസിറ്റിക്കും ചേഞ്ച് വരും, ഡെൻസിറ്റിയും കൂടും. അപ്പോൾ ഇത് അറിയേണ്ട കാര്യം എന്ന് പറയുമ്പം പ്രഷർ കൂടുന്നതനുസരിച്ച് ഡെൻസിറ്റി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇപ്പോൾ ഈ ഒരു കാര്യം ഓർത്തോണം, പ്രഷർ കൂടുമ്പം ഡെൻസിറ്റിയും കൂടും. ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. പ്രഷറും ഡെൻസിറ്റിയും റോ ഇത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. പ്രഷർ കൂടുമ്പം ഡെൻസിറ്റി എന്ത് സംഭവിക്കും? ഡെൻസിറ്റിക്ക് ഇൻക്രീസ് സംഭവിക്കും. ഇത് നമ്മുടെ ഗ്യാസിൻ്റെ കേസിലാണ് പറയുന്നത്. ഗ്യാസ് ഈസ് എ ടൈപ്പ് ഓഫ് ഫ്ലൂയിഡ്. എനിവേ ഇത് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അടുത്ത നോക്കേണ്ടത്, ആ ടെമ്പറേച്ചർ ഇൻക്രീസസ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ ഡെൻസിറ്റി എന്ത് സംഭവിക്കും? ഡെൻസിറ്റി കുറയും. പ്രഷറിൻ്റെ ടേംസിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെങ്കിൽ ടെമ്പറേച്ചറിൻ്റെ കേസിൽ T ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും ഡെൻസിറ്റി. ഓക്കെ, അപ്പം ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് സംഭവിക്കും? ഡെൻസിറ്റി കുറയും. അപ്പോൾ ഈ ഒരു കാര്യം ഓർത്തേക്കണം കേട്ടോ. ഇനി നമുക്ക് 2 സ്റ്റാൻഡേർഡ് വാല്യൂസ് ഓർത്തിരിക്കേണ്ടതുണ്ട്. ഡെൻസിറ്റി ഓഫ് വാട്ടർ, വെരി വെരി ഇമ്പോർട്ടൻറ്റ്, 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഇത്
ബേസിക് പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യം വരുന്ന സാധനമാണ് ഡെൻസിറ്റി ഓഫ് വാട്ടർ. ഏതൊരു എഫ്എമ്മിൻ്റെ ഫ്ലൂയിഡ് മെക്കാനിക്സിൻ്റെ ഏതൊരു പ്രോബ്ലം എടുത്താലും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡെൻസിറ്റി ഓഫ് വാട്ടറിൻ്റെ അത് വരും. ആ മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സിൻ്റെ മെയിൻ ഒരു പാർട്ടാണ്. ഇത് ഓർത്തിരുന്നാലേ പറ്റത്തുള്ളൂ. ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും? 1000 kg/m³. പല ക്വസ്റ്റ്യൻസിലും ഇത് ഡയറക്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുമുണ്ട്. ഓക്കെ, അടുത്ത നമുക്ക് ഡെൻസിറ്റി ഓഫ് എയർ പറഞ്ഞിരിക്കണം. ഡെൻസിറ്റി ഓഫ് എയർ എന്ന് പറയുമ്പം 1.225 kg/m³. ഈ രണ്ട് വാല്യൂസും മസ്റ്റായിട്ട് നിങ്ങൾ ഓർത്തിരിക്കണം. സ്റ്റാൻഡേർഡ് വാല്യൂസ് ആണ്, നമ്മൾ അത് അറിഞ്ഞിരുന്നാലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഒന്നുകൂടെ പറയാം. മാസ് ഡെൻസിറ്റിയുടെ കാര്യം പറഞ്ഞു. റോ ആണ് ഡിനോട്ട് ചെയ്യുന്നത്. മാസ് പെർ യൂണിറ്റ് വോളിയത്തിന് പറയുന്ന പേരാണ് മാസ് ഡെൻസിറ്റി. യൂണിറ്റ് kg/m³ ആണെന്ന് പറഞ്ഞു. ഡയമെൻഷൻ ml⁻³ എന്ന് പറഞ്ഞു. അടുത്തത് വേരിയേഷൻ ഓഫ് ഡെൻസിറ്റി ആയിരുന്നു ഞാൻ പറഞ്ഞത്. പ്രഷറിനുമായിട്ട് എന്തോ ഡെൻസിറ്റി ഡയറക്ട്ലി പ്രൊപ്പോർഷനാണ്. പ്രഷർ കൂടുമ്പം ഡെൻസിറ്റിയും കൂടും. അതുപോലെ ടെമ്പറേച്ചറുമായിട്ട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആയിരിക്കും. എന്തുമായിരിക്കും? ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ഡെൻസിറ്റി കുറയും. ഡെൻസിറ്റിയുടെ വാല്യൂ വാട്ടറിൻ്റെ കേസിൽ സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡായിട്ട് യൂസ് ചെയ്യുന്നതാണ് വാട്ടർ. വാട്ടറിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ 1000 kg/m³. ഇനി ഡെൻസിറ്റി ഓഫ് എയർ എന്ന് പറയുമ്പോൾ 1.225 kg/m³. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ള സെക്കൻഡ് പ്രോപ്പർട്ടിയാണ്. ഫസ്റ്റ് പ്രോപ്പർട്ടി ഞാൻ പറഞ്ഞു മാസ് ഡെൻസിറ്റി. സെക്കൻഡ് പ്രോപ്പർട്ടിയാണ് വെയിറ്റ് ഡെൻസിറ്റി, അല്ലെങ്കിൽ സ്പെസിഫിക് വെയിറ്റ് എന്ന് പറയും. നൊട്ടേറ്റ് ചെയ്യുന്നത് സ്മോൾ w. അപ്പോൾ ഇത്രയും കാര്യം നൊട്ടേഷൻസ് ഒക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. വെയിറ്റ് ഡെൻസിറ്റി അല്ലെങ്കിൽ എന്താ പറയുന്ന സ്പെസിഫിക് വെയിറ്റ് എന്നും പറയാറുണ്ട്. രണ്ട് അതുണ്ട്. പരീക്ഷ ചിലപ്പം സ്പെസിഫിക് വെയിറ്റ് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ വെയിറ്റ് ഡെൻസിറ്റി എന്നും ചോദിക്കാം. അത് എക്സാമിൽ ചോദിക്കുന്ന പോലെ ഇരിക്കും. അപ്പോൾ അതനുസരിച്ച് വേണം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. വെയിറ്റ് ഡെൻസിറ്റിക്ക് മറ്റൊരു പേരൂടെ ഉണ്ട്, സ്പെസിഫിക് വെയിറ്റ് എന്ന് കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പം ഇതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെഫിനേഷൻ എന്തുമായിരിക്കും? മാസ് ഡെൻസിറ്റി പോലെ തന്നെ. മാസ് അവിടെ മാസ് ആയിരുന്നെങ്കിൽ ഇവിടെ എന്തുവാകും? ഡിഫൈൻ ആസ് ദ വെയിറ്റ് പെർ യൂണിറ്റ് വോളിയം. ഇതാണ് ഡിഫറൻസ്. സ്പെസിഫിക് വെയിറ്റ് അല്ലെങ്കിൽ വെയിറ്റ് ഡെൻസിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് ദ വെയിറ്റ് പെർ യൂണിറ്റ് വോളിയം. യൂണിറ്റ് വോളിയത്തിലുള്ള വെയിറ്റിനെ പറയുന്ന പേരാണ് സ്പെസിഫിക് വെയിറ്റ്. സിമ്പിൾ കോൺസെപ്റ്റ്. ഓക്കെ, അപ്പം നമ്മൾ അതിനെ നൊട്ടേറ്റ് ചെയ്യുന്നത് സ്മോൾ w എന്ന് ഞാൻ പറഞ്ഞു. വെയിറ്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ W ആണ്. വോളിയം ഓൾറെഡി നിങ്ങൾക്ക് അറിയാം, V. അപ്പം നമ്മൾ സ്മോൾ w ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ W/V എന്നായിരിക്കും നമ്മുടെ ഇക്വേഷൻ. ഇനി നിങ്ങൾ നോക്കിക്കേ, വെയിറ്റിനെ നമുക്ക് മാസ് ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് എഴുതാം. അതാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഓക്കെ, മാസ് ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നമുക്ക് വെയിറ്റിനെ എഴുതാം. അതവിടെ എഴുതി. ഡിവൈഡഡ് ബൈ വോളിയം ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മുടെ മാസ് ഡെൻസിറ്റി റോ എന്ന് പറഞ്ഞാൽ എന്തുവാ? മാസ് ബൈ വോളിയം. ഓക്കെ, അപ്പോൾ ഈ മാസ് ബൈ വോളിയത്തിന് വരെ ഞാൻ എന്ത് ചെയ്തു? റോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഇൻറ്റു G. അതാണ് നമുക്ക് ഈ റോ G എന്നൂടെ കിട്ടുന്നത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അങ്ങനെ എഴുതാം. എന്ത് ചെയ്യാം? വെയിറ്റ് ഡെൻസിറ്റി നമുക്ക് റോ ഇൻറ്റു G എന്നും കൂടെ എഴുതാം. അതെങ്ങനെ വന്നതെന്ന് ഞാൻ ഓൾറെഡി കാണിച്ചു തന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് വെയിറ്റ് ഡെൻസിറ്റി. ക്ലിയർ ആയോ? വെയിറ്റ് ഡെൻസിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് വെയിറ്റ്. ഓക്കെ, നമുക്ക് അതിൻ്റെ SI യൂണിറ്റ് നോക്കാം. SI യൂണിറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഡയമെൻഷനും ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഞാൻ അത് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അത് ഓർത്തോണം. SI യൂണിറ്റ് എന്തോ വെയിറ്റ് ഡെൻസിറ്റിയുടെ Nm/m³. നമ്മുടെ മാസ് ഡെൻസിറ്റിയുടെ യൂണിറ്റ് kg/m³ ആയിരുന്നു. ഇതിൻ്റെ അകത്ത് നമ്മുടെ യൂണിറ്റ് എന്ന് പറയുമ്പോൾ Nm/m³ ആയിരിക്കും. ഡയമെൻഷൻ നോക്കിക്കേ, ml⁻², T⁻², ആണ്. ഓക്കെ, ml⁻², T⁻². ഇനി ഇതിൻ്റെ സ്റ്റാൻഡേർഡ് വാല്യൂ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വാട്ടറിൻ്റെ സ്പെസിഫിക് വെയിറ്റിൻ്റെ വാല്യൂ അറിഞ്ഞിരിക്കണം. 9810 Nm/m³. അപ്പോൾ അത് ഓർത്തിരിക്കണം. സ്പെസിഫിക് വെയിറ്റ് ഓഫ് വാട്ടർ 9810 Nm/m³. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കാം തേർഡ് പ്രോപ്പർട്ടി ഓഫ് ഫ്ലൂയിഡ്. തേർഡ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോഴാണ് സ്പെസിഫിക് വോളിയം. നൊട്ടേറ്റ് ചെയ്യുന്നത് V, സ്മോൾ ലെറ്റർ V, സ്പെസിഫിക് വോളിയം. അപ്പം നമുക്ക് നോക്കാം. സ്പെസിഫിക് വോളിയം ഈസ് ഡിഫൈൻഡ് ആസ് ദ വോളിയം പെർ യൂണിറ്റ് മാസ്. യൂണിറ്റ് മാസിലുള്ള വോളിയത്തിനെ പറയുന്ന പേരാണ് സ്പെസിഫിക് വോളിയം. നമുക്കൊരു യൂണിറ്റ് മാസ് ഉണ്ട്. ആ യൂണിറ്റ് മാസിലുള്ള വോളിയത്തിനെ പറയുന്ന പേരാണ് സ്പെസിഫിക് വോളിയം. അതിന് നമുക്ക് മറ്റൊരു കാര്യം കൂടെ പറയാൻ നോക്കിക്കുന്നത്. അപ്പോൾ സ്പെസിഫിക് വോളിയം നമുക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം? സ്പെസിഫിക് വോളിയം എന്ന് പറഞ്ഞാൽ സ്മോൾ v ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ V/m എന്ന് എഴുതാം. അപ്പോൾ നമ്മുടെ ഡെൻസിറ്റി നിങ്ങൾക്കറിയാം. ഡെൻസിറ്റി എങ്ങനെയായിരുന്നു? m/V ആയിരുന്നു അല്ലേ? അപ്പം ഇത് നോക്കിക്കേ, ആ ഡെൻസിറ്റിയുടെ സാധനം തിരിച്ചിട്ടേക്കും. അപ്പം നമുക്ക് ഈ സ്പെസിഫിക് വോളിയത്തിന് എന്ത് എഴുതാം? 1/ρ എന്ന് എഴുതിക്കൂടെ? 1/ρ. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് പറയാം? സ്പെസിഫിക് വോളിയം ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് മാസ് ഡെൻസിറ്റി, അല്ലെ ഡെൻസിറ്റി എന്നും പറയാം. ഡെൻസിറ്റിയുടെ റെസിപ്രോക്കലിനെ പറയുന്ന പേരാണ് സ്പെസിഫിക് വോളിയം. ഓക്കെ, ഡെൻസിറ്റിയുടെ റെസിപ്രോക്കലിനെ പറയുന്ന പേരാണ് സ്പെസിഫിക് വോളിയം. ക്ലിയർ ആയോ? അതാണ് ഞാനിവിടെ എഴുതിയേക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ കാണാം? V ഇസ് ഈക്വൽ ടു സ്മോൾ v ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ V/m അല്ലെങ്കിൽ ഇസ് ഈക്വൽ ടു 1/ρ. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. അടുത്ത നമുക്ക് SI യൂണിറ്റ് ഓഫ് സ്പെസിഫിക് വോളിയം അറിഞ്ഞിരിക്കണം.
നമ്മുടെ ഡെൻസിറ്റിയുടെ യൂണിറ്റ് എന്തുമായിരുന്നു? കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആയിരുന്നു അല്ലേ? അപ്പോൾ ഇത് റെസിപ്രോക്കൽ ഓഫ് ഡെൻസിറ്റി ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? മീറ്റർ ക്യൂബ് പെർ കിലോഗ്രാം. മീറ്റർ ക്യൂബ് പെർ കിലോഗ്രാം. എന്തുകൊണ്ടാണ് അത് വന്നത്? റെസിപ്രോക്കൽ ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ മീറ്റർ ക്യൂബ് പെർ കിലോഗ്രാം. സിമ്പിൾ കോൺസെപ്റ്റ്. ഇത് ഡയമെൻഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കണം. ഡയമെൻഷൻ ഈസ് m⁻⁻1 L⁻3. സിമ്പിൾ. അടുത്തൊരു സിമ്പിൾ കോൺസെപ്റ്റ് ആണ് m⁻⁻1 L⁻3. അപ്പം നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം ഡെഫിനിഷൻ അറിഞ്ഞിരിക്കണം. അത് കാണാതെ ഒന്നും പഠിച്ചു വെക്കണ്ട, ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. പക്ഷേ നിങ്ങൾ ഇത് ഫോർമുലയും SI യൂണിറ്റും ഡയമെൻഷനും ഇത് ബൈഹാർട്ട് ചെയ്ത് വെക്കുന്നത് അത്രയും നല്ലതായിരിക്കും. ഓൾമോസ്റ്റ് +2 ലെവലിലൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. നമുക്ക് ഒരുപാട് സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ട ആവശ്യമില്ല. പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ് ബേസിക്കലി നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഇതാണ് തേർഡ് പ്രോപ്പർട്ടി, സ്പെസിഫിക് വോളിയം. നമുക്ക് അടുത്തതിലോട്ട് പോവാം. ഇനി അടുത്ത ഫോർത്ത് പ്രോപ്പർട്ടിയാണ് സ്പെസിഫിക് ഗ്രാവിറ്റി അല്ലെങ്കിൽ റിലേറ്റീവ് ഡെൻസിറ്റി. നൊട്ടേറ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ S കൊണ്ടാണ്. ഓക്കെ, നൊട്ടേഷൻ ചെയ്യുന്നത് ക്യാപിറ്റൽ S. പറയുന്ന പേര് സ്പെസിഫിക് ഗ്രാവിറ്റി അല്ലെങ്കിൽ റിലേറ്റീവ് ഡെൻസിറ്റി. ഇവിടെയും 2 പേരുണ്ട്. നോർമലി നമ്മൾ സ്പെസിഫിക് ഗ്രാവിറ്റി മാത്രമേ പറയാറുള്ളൂ. അപ്പം ചില ക്വസ്റ്റ്യന് റിലേറ്റീവ് ഡെൻസിറ്റി കാണുമ്പം ഇത് പഠിച്ചല്ലെന്ന് തോന്നരുത്. കാരണം സ്പെസിഫിക് ഗ്രാവിറ്റിക്ക് പറയുന്ന മറ്റൊരു പേരാണ് എന്ത്? റിലേറ്റീവ് ഡെൻസിറ്റി. അപ്പം നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവരുതും. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് അതിൻ്റെ ഡെഫിനേഷൻ നോക്കാം. എന്തുവാണ് സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന്? അപ്പം നിങ്ങൾ നോക്കിക്കുക, സ്പെസിഫിക് ഗ്രാവിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് ഡെൻസിറ്റി ഓഫ് എ ഫ്ലൂയിഡ് ടു ദ ഡെൻസിറ്റി ഓഫ് എ സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ്. അതായത് സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്ലൂയിഡ് നമുക്കുണ്ട്, ആ ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റി നമുക്കറിയാം. നമ്മളൊരു സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡിനെ കീപ്പ് ചെയ്യുന്നുണ്ട്. സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡായിട്ട് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് വാട്ടർ ആയിരിക്കും. അപ്പോൾ ഇത് രണ്ടിനെയും റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നൊരു സാധനം, അതിനെ പറയുന്ന പേരാണ് സ്പെസിഫിക് ഗ്രാവിറ്റി അല്ലെങ്കിൽ റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് നമ്മൾ പറയും. ഒരു എക്സാമ്പിൾ ഞാൻ പറയാമെങ്കിൽ, എനിക്കൊരു ഓയിലുണ്ട്. ആ ഓയിലിൻ്റെ ഡെൻസിറ്റി എനിക്കറിയാം. ഒരു 800 ആണെന്നിരിക്കട്ടെ, 800 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണെന്നിരിക്കട്ടെ. അപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡായിട്ട് വെച്ചേക്കുന്നത് എപ്പോഴും വാട്ടർ ആയിരിക്കും. അത് ഓർത്തോണം. സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ് വിൽ ബി ഓൾവേസ് വാട്ടർ. അപ്പം ആ ഒരു സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റി നിങ്ങൾക്ക് അറിയാം. എത്ര ആയിരിക്കും? 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ് ഓഫ് സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റി. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, അപ്പോൾ നമുക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം? സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കാൻ ഒന്നും ചെയ്യണ്ട. ആ ഫ്ലൂയിഡ് എത്രയാണോ 800 ഡിവൈഡഡ് ബൈ 1000 ചെയ്താൽ മതി. ഇതാണ് അവിടുത്തെ സ്പെസിഫിക് ഗ്രാവിറ്റി. ഇത്രയേ ഉള്ളൂ. ഇതാണ് കോൺസെപ്റ്റ് പറയുന്നത്. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഡെൻസിറ്റി ഓഫ് എ ഫ്ലൂയിഡ് ടു ദി ഡെൻസിറ്റി ഓഫ് എ സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ്. സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡായിട്ട് നമ്മൾ എപ്പോഴും എടുക്കുന്ന ആരെയാ? വാട്ടർ ആയിരിക്കും. അപ്പോൾ അത് ഓർത്തോണ്ട് സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ് നമ്മൾ വാട്ടർ ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതാണോ നമ്മുടെ കയ്യിലുള്ള ഫ്ലൂയിഡ് അതിൻ്റെ റേഷ്യോ, ആ ഫ്ലൂയിഡിൻ്റെയും സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡിൻ്റെയും കൂടെ ഡെൻസിറ്റിയുടെ റേഷ്യോ, അതിന് പറയുന്ന പേരാണ് സ്പെസിഫിക് ഗ്രാവിറ്റി. സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡായിട്ട് നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്യുന്നത് വാട്ടർ ആയിരിക്കും. ഇത്രയേ ഉള്ളൂ കാര്യം. നമുക്കുള്ളൊരു ലിക്വിഡ്, അതിൻ്റെ ഡെൻസിറ്റി സ്പെസിഫിക് ഗ്രാവിറ്റി അറിയണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? അതിൻ്റെ ഡെൻസിറ്റി, ആ ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റിയും പിന്നെ നമ്മുടെ സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റിയുടെ റേഷ്യോ ചെയ്താൽ മതി. റേഷ്യോ ചെയ്യുമ്പോൾ നമുക്ക് ആരെ കിട്ടും? സ്പെസിഫിക് ഗ്രാവിറ്റി കിട്ടും. ഇത് പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ സ്ഥിരം വേണ്ട സാധനമാണ്. ഓക്കെ, സിമ്പിൾ കാര്യമാണ്. അതാണ് ഇവിടെ ഇക്വേഷൻ എഴുതിയിരിക്കുന്നത്. S ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ഫ്ലൂയിഡ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ്. ഇനി ഇതിന് മറ്റൊരു ഡെഫിനിഷൻ കൂടെ ഉണ്ട്. നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും പറയാം. ഇറ്റ് ഈസ് ഓൾസോ ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് വെയിറ്റ് ഡെൻസിറ്റി ഓഫ് എ ഫ്ലൂയിഡ് ടു ദി വെയിറ്റ് ഡെൻസിറ്റി ഓഫ് എ സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ്. അപ്പോൾ വെയിറ്റ് ഡെൻസിറ്റി ഓഫ് എ സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ് നിങ്ങൾക്കറിയാം. ഡെൻസിറ്റി ഓഫ് എ സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ് വാട്ടർ ഡെൻസിറ്റി 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. അപ്പോൾ വെയിറ്റ് ഡെൻസിറ്റി ഓഫ് സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ് എത്ര? നമ്മൾ പഠിച്ചതാണ് 9810. ഓൾറെഡി ആ സ്ലൈഡ് ഞാൻ കാണിച്ചു തരാം. 9810 ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ്. ഇതാണ് സ്പെസിഫിക് വെയിറ്റ് അല്ലെങ്കിൽ വെയിറ്റ് ഡെൻസിറ്റി ഓഫ് എ സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ്. ഇതാണ് നമ്മളവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അങ്ങനെയും നമുക്ക് ഡെഫിനിഷൻ പറയാം. എന്തുവാണ്? സ്പെസിഫിക് ഗ്രാവിറ്റിയെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? വെയിറ്റ് ഡെൻസിറ്റി ഓഫ് എ ഫ്ലൂയിഡ് ടു ദി വെയിറ്റ് ഡെൻസിറ്റി ഓഫ് ദി സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. അപ്പോൾ അങ്ങനെ എഴുതാം നമുക്ക്. അതാണ് ഇവിടെ ഇക്വേഷനിൽ എഴുതിയിരിക്കുന്നത്. ഇനി നിങ്ങൾ നോക്കിക്കേ, ഇതിന് യൂണിറ്റോ ഡയമെൻഷനോ ഉണ്ടോ? എന്തുകൊണ്ടാണ് ഇല്ലാത്ത? ഇല്ല. കാരണം എന്ന് വെച്ചാൽ നോക്കിക്കേ, രണ്ടിടത്തും ഡെൻസിറ്റി രണ്ടിടത്തും വെയിറ്റ് ഡെൻസിറ്റിയാണ്. അപ്പോൾ രണ്ടിൻ്റെ യൂണിറ്റ് നോക്കിക്കേ, കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ഡിവൈഡഡ് ബൈ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഇത് രണ്ടും വെട്ടി പോകും. അപ്പോൾ ഇത് സ്പെസിഫിക് ഗ്രാവിറ്റിക്ക് യൂണിറ്റ് ഉണ്ടോ? ഇല്ല. സ്പെസിഫിക് ഗ്രാവിറ്റി ഹാസ് നോ യൂണിറ്റ്. ഇതാണ് റീസൺ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം നിങ്ങൾ സ്പെസിഫിക് ഗ്രാവിറ്റിയിലും അറിഞ്ഞിരിക്കണം. ഓക്കെ, നമുക്ക് അടുത്ത സ്ലൈഡിലോട്ട് പോവാം. ഓക്കെ, ഇത് സെയിം സ്ലൈഡായിരുന്നു. അത് റിപ്പീറ്റഡ് ആയിപ്പോയി, സോറി. നമുക്ക് അടുത്ത് നോക്കാം. ഇനി അടുത്ത പ്രോപ്പർട്ടി. നമ്മൾ ഇതുവരെ 4 പ്രോപ്പർട്ടീസ് പഠിച്ചിട്ടുണ്ട്.
അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടിയാണ് വിസ്കോസിറ്റി. നിങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് വിസ്കോസിറ്റി. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വിസ്കോസിറ്റി. വിസ്കോസിറ്റിയിൽ നിന്ന് സ്ഥിരം പ്രോബ്ലംസ് വരാറുള്ളതാണ്. പ്രോബ്ലംസും ക്വസ്റ്റ്യൻസും വരുന്നൊരു ഏരിയ ആണ് വിസ്കോസിറ്റി, പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡിൽ. ബാക്കിയൊക്കെ നമ്മൾ +2 ലെവലിലും ഇതും പഠിക്കുന്നതാണ്, എന്നാൽ ഇത്രയും ഡീപ്പായിട്ട് പഠിക്കാറില്ല. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. വിസ്കോസിറ്റി ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് എ ഫ്ലൂയിഡ് വിച്ച് ഓഫേഴ്സ് റെസിസ്റ്റൻസ് ടു വൺ ലെയർ ഓഫ് ഫ്ലൂയിഡ് മൂവിങ് ഓവർ അനദർ അഡ്ജസൻറ്റ് ലെയർ വെൻ ദ ലെയേഴ്സ് ആർ ഇൻ റിലേറ്റീവ് മോഷൻ. അപ്പം വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ സിംപ്ലി പറയുവാണെങ്കിൽ നമ്മുടെ ഒരു ഫ്ലൂയിഡ് ചലിക്കാൻ തുടങ്ങുമ്പം ഒരു റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് അവിടെ അനുഭവപ്പെടും. ആ ഒരു ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ആ റെസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് ആ ഒരു പ്രോപ്പർട്ടിക്ക് പറയുന്ന പേരാണ്, ആ ഫ്ലൂയിഡ് റെസിസ്റ്റൻസ് വരുന്നതിന് പറയുന്ന പേരാണ് വിസ്കോസിറ്റി, നോർമലി പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഒരു ഫ്ലൂയിഡ് മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ അഡ്ജസൻറ്റ് ലെയേഴ്സ്, ഒരു ലെയർ മേളിലൊരു ലെയർ, ആ ഒരു ലെയർ തമ്മിൽ എന്തുമായിരിക്കും, അവിടെ ഒരു റെസിസ്റ്റൻസ് അവിടെ ഓഫർ ചെയ്യും. ആ ലെയർ തമ്മിൽ ആ ലെയേഴ്സ് എപ്പോഴും റിലേറ്റീവ് മോഷനിലുമായിരിക്കും. അങ്ങനെ വരുന്ന ഒരു കേസിനെ പറയുന്ന പേരാണ് വിസ്കോസിറ്റി. ഞാൻ ഒന്നുകൂടെ പറയാം. ഇറ്റ്സ് ദ പ്രോപ്പർട്ടി ഓഫ് എ ഫ്ലൂയിഡ് വിച്ച് ഓഫേഴ്സ് റെസിസ്റ്റൻസ് ടു വൺ ലെയർ ഓഫ് എ ഫ്ലൂയിഡ് മൂവിങ് ഓവർ അനദർ അഡ്ജസൻറ്റ് ലെയർ വെൻ ദ ലെയേഴ്സ് ആർ ഇൻ റിലേറ്റീവ് മോഷൻ. ഇതേപോലെ തന്നെയാണ് എക്സാമിന് വരുന്നത്. അല്ലെങ്കിൽ റെസിസ്റ്റൻസ് പറഞ്ഞും വരാം. ഇങ്ങനെയാണ് കൂടുതലും ഞാൻ ക്വസ്റ്റ്യൻസ് PSCയിൽ കണ്ടിട്ടുള്ളത്. ഇതേപോലെ തന്നെ എടുക്കും. ഏത് പ്രോപ്പർട്ടിയാണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, റെസിസ്റ്റൻസ് കാണുമ്പോൾ നമുക്ക് അവിടെ മനസ്സിലാവും ഫ്ലൂയിഡ് വൺ ലെയർ ഓഫ് അനദർ ലെയർ എന്ന് പറഞ്ഞാൽ ആരായിരിക്കും, വിസ്കോസിറ്റി ആയിരിക്കും. ഓക്കെ, അത് മനസ്സിലായെന്ന് ചോദിക്കുന്നത്. അപ്പോൾ സിമ്പിൾ വേർഡ്സിൽ നമുക്ക് എന്ത് പറയാം? വിസ്കോസിറ്റി ഇസ് ദ റെസിസ്റ്റൻസ് ടു ദ ഫ്ലോ ഓഫ് എ ഫ്ലൂയിഡ്. അതായത് ഫ്ലൂയിഡിനൊരു മൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ ആ ഫ്ലൂയിഡ് ഒന്ന് ചലിക്കുന്നു, ആ ചലിക്കുന്ന സമയത്ത് തന്നെ ഒരു റെസിസ്റ്റൻസ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ റെസിസ്റ്റൻസ് എന്തുമായിരിക്കും? അതിനെ പറയുന്ന പേരാണ് വിസ്കോസിറ്റി. സിമ്പിൾ വേർഡ്സിൽ പറഞ്ഞാൽ എന്തുവാ? വിസ്കോസിറ്റി ഇസ് ദ റെസിസ്റ്റൻസ് ടു ദി ഫ്ലോ ഓഫ് ദ ഫ്ലൂയിഡ്. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് അറിയാവുന്ന കാര്യമാണ്. ഇതാണ് അതിൻ്റെ ഡെഫിനേഷൻസ്. നിങ്ങൾ മെയിനായിട്ട് ഓർത്തിരുന്ന കാര്യം, വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ എന്തോന്ന് സിമ്പിൾ വേർഡ്സിൽ ഓർത്തിരുന്നാൽ മതി. ഇറ്റ് ഈസ് ദ റെസിസ്റ്റൻസ് ടു ദ ഫ്ലോ ഓഫ് ദ ഫ്ലൂയിഡ്. ഫ്ലൂയിഡിൻ്റെ ഏതൊരു ഫ്ലൂയിഡ് ആണെങ്കിലും ആ ഫ്ലൂയിഡിന് റെസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അല്ല അവിടെ ഒരു റെസിസ്റ്റൻസ് വരുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് വിസ്കോസിറ്റി. അപ്പം നോക്കിക്കേ, എ ഫ്ലൂയിഡ് ഹാസ് നോ റെസിസ്റ്റൻസ് ടു ഷിയർ സ്ട്രെസ് ഈസ് കോൾഡ് ഐഡിയൽ ഫ്ലൂയിഡ്. അതായത് നമുക്ക് ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞൊരു ഫ്ലൂയിഡ് ഉണ്ട്. ഇനി അടുത്തൊരു കോൺസെപ്റ്റാണ് ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ എന്തുമായിരിക്കും. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരു റെസിസ്റ്റൻസ്, ഫ്ലൂയിഡ് മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഒരു റെസിസ്റ്റൻസ് വരുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് വിസ്കോസിറ്റി. ഇനി ഐഡിയൽ ഫ്ലൂയിഡിൻ്റെ കേസിൽ ഐഡിയൽ ഫ്ലൂയിഡ് ഇതൊരു തിയററ്റിക്കൽ, ഫസ്റ്റിൽ തന്നെ പറയാം, ഇതൊരു തിയററ്റിക്കൽ കോൺസെപ്റ്റാണ്. ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞ ഒരു ഫ്ലൂയിഡ് ലോകത്തിൽ നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അങ്ങനെ ഒരു ഫ്ലൂയിഡ് നിലനിൽക്കുന്നില്ല. പ്രാക്ടിക്കൽ വേൾഡിൽ അങ്ങനെ ഒരു സാധനമില്ല. ഇതൊരു തിയററ്റിക്കൽ കോൺസെപ്റ്റ് മാത്രമാണ്. നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്, വിസ്കോസിറ്റി ഇല്ലാത്ത ലോകത്തിൽ ഒരു ഫ്ലൂയിഡും ഇല്ല. നമ്മളെല്ലാ ഫ്ലൂയിഡ്സിനും, വാട്ടർ അടക്കം എല്ലാ ഫ്ലൂയിഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്ന ഓയിൽ, ലൂബ്രിക്കൻസ്, ഇതിനെല്ലാം വിസ്കോസിറ്റി ഉണ്ട്. നമ്മൾ റെഡ്വുഡ് വിസ്കോമീറ്റർ എക്സ്പെരിമെൻ്റ് ഒക്കെ വീട്ടുകാർ ചെയ്യുന്നത് അവർക്കറിയായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതൊരു തിയററ്റിക്കൽ കോൺസെപ്റ്റ് മാത്രമാണ്. പ്രാക്ടിക്കലി ഇത് പോസിബിൾ അല്ല. വിത്തൗട്ട് വിസ്കോസിറ്റി നോ ഫ്ലൂയിഡ് ഈസ് ദെയർ. ഓക്കെ, അപ്പോൾ അത് സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ പറയുന്ന തിയററ്റിക്കൽ കോൺസെപ്റ്റ് ആണെങ്കിലും ഇത് അറിഞ്ഞിരിക്കണം. തിയററ്റിക്കൽ കോൺസെപ്റ്റ് ആണെങ്കിലും, അപ്പോൾ തിയററ്റിക്കൽ കോൺസെപ്റ്റ് പറയുന്നത് എന്തുവാ? ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ എന്തുമായിരിക്കും? ഐഡിയൽ ഫ്ലൂയിഡ് ഈസ് ദ ഫ്ലൂയിഡ് ദാറ്റ് ഈസ് ഹാവിങ് നോ വിസ്കോസിറ്റി അറ്റ് ഓൾ. ഓക്കെ, വിസ്കോസിറ്റി ഇല്ലാത്ത ഫ്ലൂയിഡിനെ പറയുന്ന പേരാണ്. അപ്പോൾ അതിനെ മറ്റൊരു രീതിയിൽ ഞാൻ പറഞ്ഞുള്ളൂ. വിസ്കോസിറ്റി പറഞ്ഞെങ്കിൽ ഈ വിസ്കോസിറ്റിക്ക് വേറൊരു കോൺസെപ്റ്റ് ഉണ്ട്, ഷിയർ സ്ട്രെസ്. അത് നമ്മൾ ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി ഇപ്പോൾ ഉടനെ പഠിക്കും, അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, നമുക്ക് ഇങ്ങനെ അറിഞ്ഞിരുന്നാൽ മതി, എ ഫ്ലൂയിഡ് ദാറ്റ് ഹാസ് നോ റെസിസ്റ്റൻസ് ടു ഷിയർ സ്ട്രെസ് ഈസ് കോൾഡ് ഐഡിയൽ. ഷിയർ സ്ട്രെസ്സിന് റെസിസ്റ്റൻസ്, അല്ലെങ്കിൽ ഇങ്ങനെയും പറഞ്ഞാൽ മതി, ദ ഫ്ലൂയിഡ് വിച്ച് ഈസ് ഹാവിങ് സീറോ വിസ്കോസിറ്റി ഈസ് കോൾഡ് എന്ത് പറയും? ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് പറയാം. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഫ്ലൂയിഡ് ദാറ്റ് ഹാസ് നോ റെസിസ്റ്റൻസ് ടു ഷിയർ സ്ട്രെസ് ഈസ് കോൾഡ് ഐഡിയൽ ഫ്ലൂയിഡ്. അത് തന്നെയാണ് അടുത്ത പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത്. സോ ഐഡിയൽ ഫ്ലൂയിഡ് പൊസസ് സീറോ വിസ്കോസിറ്റി. വിസ്കോസിറ്റി ഇല്ലാത്ത ഫ്ലൂയിഡ്സിനെ നമ്മൾ എന്ത് പറയുക? ഐഡിയൽ ഫ്ലൂയിഡ്സ് എന്ന് പറയാം. അതിന് മറ്റൊരു പേരിടുണ്ട്, ഇൻവിസിഡ് ഫ്ലൂയിഡ് എന്നും കൂടെ പറയാറുണ്ട്. അപ്പോൾ ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് ചോദിക്കാതെ ഇൻവിസിഡ് ഫ്ലൂയിഡ് എന്ന് ചോദിച്ചാലും സെയിം സാധനമാണ്. അപ്പോൾ അത് മറക്കരുത്. എ ഫ്ലൂയിഡ് ഐഡിയൽ ഫ്ലൂയിഡ് പൊസസ് സീറോ വിസ്കോസിറ്റി ഈസ് നോൺ ആസ് ഇൻവിസിഡ് ഫ്ലൂയിഡ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതും പരീക്ഷയ്ക്കൊക്കെ ചോദിച്ചിട്ടുണ്ട്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത സ്ലൈഡിലോട്ട് നമുക്ക് പോവാം. നോക്കാം, അടുത്ത ഞാൻ പറഞ്ഞ തന്നെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി. വാട്ട് ഈസ് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി? ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി ഞാൻ ആദ്യം തന്നെ പറയാം, എന്നിട്ട് ഓരോ കാര്യങ്ങൾ പറയാം. ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ അനുഭവപ്പെടുന്ന ഷിയർ സ്ട്രെസ്, ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി പറയുന്നത് ഷിയർ സ്ട്രെസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു
ദ വെലോസിറ്റി ഗ്രേഡിയൻ എന്നാണ് പറയുന്നത്. ഷിയർ സ്ട്രെസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വെലോസിറ്റി ഗ്രേഡിയൻ. ഇതാണ് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി പറയുന്നത്. ഓക്കെ, അപ്പം ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി എന്നൂടെ പറയാം, ഡീറ്റെയിൽ ആയിട്ട് പറയാം. ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ ഷിയർ സ്ട്രെസ് വിച്ച് ഈസ് ഡെവലപ്ഡ് ബിറ്റ്വീൻ ദ ലെയർ ഓഫ് ഫ്ലൂയിഡ്. നമ്മുടെ ഫ്ലൂയിഡിൻ്റെ ഇടയിൽ ഒരു ഷിയർ സ്ട്രെസ് ഡെവലപ്പ് ആവും ഫ്ലൂയിഡ് മൂവ്മെൻറ്റ് നടക്കുമ്പോൾ. അപ്പം ആ ഒരു നോക്കിക്കേ, ദിസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ദ ഷിയർ സ്ട്രെസ് വിച്ച് ഈസ് ഡെവലപ്ഡ് ബിറ്റ്വീൻ ദ ലെയേഴ്സ് ഓഫ് ഫ്ലൂയിഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി വെലോസിറ്റി ഗ്രേഡിയൻറ്റ്, അല്ലെങ്കിൽ വെലോസിറ്റി ഗ്രേഡിയൻറ്റ്, അല്ലെങ്കിൽ റേറ്റ് ഓഫ് ആംഗുലാർ ഡിഫോർമേഷൻ, അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ. അപ്പം ഈ 3 കാര്യങ്ങളും ഡെഫിനേഷനിൽ ചോദിക്കാം. അപ്പം നിങ്ങൾ വെലോസിറ്റി ഗ്രേഡിയൻറ്റ് മാത്രം ഓർത്തിരിക്കരുതും, റേറ്റ് ഓഫ് ആംഗുലാർ ഡിഫോർമേഷൻ ഓർക്കണം, റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ ഓർക്കണം. ഇതിലേത് തന്നാലും അത് ആര് തന്നെയാണ്? ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി തന്നെയാണ്. അവിടെ കൺഫ്യൂസ് ആവരുത്. ചില ക്വസ്റ്റ്യൻസ് ഞാൻ കണ്ടിട്ടുണ്ട്, ഷിയർ സ്ട്രെസ് ഡെവലപ്ഡ് ബിറ്റ്വീൻ ദ ലെയേഴ്സ് ബിറ്റ്വീൻ ടു ലെയേഴ്സ് ഓഫ് ദ ഫ്ലൂയിഡ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ എന്ന് ചോദിച്ചു. അപ്പം എല്ലാവർക്കും വെലോസിറ്റി ഗ്രേഡിയൻ്റ് ആയിരിക്കും ഓർമ്മയുള്ളത്, ബാക്കി ഓർമ്മ കാണത്തില്ല. അപ്പോൾ ഇത് തെറ്റാന്ന് പറഞ്ഞു നോക്കും. അങ്ങനല്ല, 3 സാധനം വരും. ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ഷിയർ സ്ട്രെസ് ബിറ്റ്വീൻ ദ ലെയേഴ്സ് ഓഫ് ദ ഫ്ലൂയിഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വെലോസിറ്റി ഗ്രേഡിയൻറ്റ് വരാം, ഓർ റേറ്റ് ഓഫ് ആംഗുലാർ ഡിഫോർമേഷൻ വരാം, അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ വരാം. ഇനി ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് പറയാം നമുക്ക്. അതായത് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി പറയുന്നതെന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. 2 ലെയർ ആ ഒരു ഫ്ലൂയിഡിൻ്റെ ഇടയിൽ 2 ലെയർ തമ്മിലുള്ള അവിടെ ഒരു ഷിയർ സ്ട്രെസ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ആർക്ക് പ്രൊപ്പോർഷണലാണ്? ഡയറക്ട്ലി വെലോസിറ്റി ഗ്രേഡിയൻറ്റിന് പ്രൊപ്പോർഷണലാണ്. വെലോസിറ്റി ഗ്രേഡിയൻ നമ്മൾ നൊട്ടേറ്റ് ചെയ്യുന്നത് du/dy. വെലോസിറ്റി ഗ്രേഡിയൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, വെലോസിറ്റി ഗ്രേഡിയൻ du/dy എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി, ആ ഫ്ലൂയിഡിൻ്റെ ലെയറിൻ്റെ വെലോസിറ്റിക്ക് വരുന്ന ചേഞ്ച്, അതിനെ പറയുന്ന പേരാണ് വെലോസിറ്റി ഗ്രേഡിയൻറ്റ്. വിത്ത് റെസ്പെക്ട് ടു ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നതനുസരിച്ച് അവിടെ വരുന്ന വെലോസിറ്റി ചേഞ്ച്, അതിനെ പറയുന്ന റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റിക്ക് പറയുന്ന പേരാണ് വിത്ത് റെസ്പെക്ട് ടു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് dy. അതിന് പറയുന്ന പേരാണ് എന്ത് നമ്മൾ പറയുന്നത്? du/dy വെലോസിറ്റി ഗ്രേഡിയൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ ഓൾറെഡി പറഞ്ഞു ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ എന്തുവാന്ന് ഞാൻ പറഞ്ഞു. ടോ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു du/dy എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്കിനി ഓരോ കോമ്പണൻസ് ടോ എന്തോന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഷിയർ സ്ട്രെസ് ആണ്. ഷിയർ സ്ട്രെസ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? അവിടുത്തെ ഷിയർ ഫോഴ്സ് ബൈ ഏരിയ ചെയ്താൽ മതി. ഷിയർ ഫോഴ്സ് ബൈ ഏരിയ, അതിനാണ് ഷിയർ സ്ട്രെസ് ആയിട്ട് കിട്ടുന്നത്. ഫോഴ്സ് ബൈ ഏരിയ, സ്ട്രെസ് നമുക്കറിയാം, ഫോഴ്സ് ബൈ ഏരിയ. അപ്പോൾ ഇത് ഷിയർ സ്ട്രെസ് ആയതുകൊണ്ട് എന്ത് ചെയ്താൽ മതി? അവിടെ ഉണ്ടാകുന്ന ഷിയർ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ദാറ്റ് ഏരിയ. ഇതൊക്കെ സിമ്പിൾ കോൺസെപ്റ്റ് ആണ്, അതാണ് ഓവർ ഡീറ്റെയിൽ ആയിട്ട് പോകാത്തത്. ഓക്കെ, അടുത്തത് ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. ടോ നമുക്കുണ്ട്. ഇനി നമ്മൾ du/dyയുടെ കാര്യം പറഞ്ഞു. അതെന്ന് പറഞ്ഞാൽ എന്തോ വെലോസിറ്റി ഗ്രേഡിയൻ്റ് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ആംഗുലാർ ഡിഫോർമേഷൻ. ആംഗുലാർ ഡിഫോർമേഷൻ ആണെങ്കിൽ നമ്മൾ ഈ ആംഗുലാർ ഡിഫോർമേഷൻ അവിടെ സംഭവിക്കുന്ന ഈ du/dyക്ക് വരെ നമ്മൾ എന്ത് എഴുതും? dθ/dt എന്ന് എഴുതും. അതേ ഉള്ളൂ വ്യത്യാസം. എല്ലാം ആര് തന്നെയാണ്? ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അത് കൊടുത്തു. ഇനി നമ്മൾ ഈ 2 കാര്യങ്ങൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു, ടോ എന്തുവാന്നും du/dy എന്തുവാന്നും. ഇനി നമുക്ക് നിങ്ങൾ തന്നെ നോക്കിക്കേ, ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ നമ്മളൊരു കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് എഴുതും? ടോ ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു du/dy എന്ന് എഴുതും. ഓക്കെ, ടോ ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു du/dy എന്ന് എഴുതും. ഈ മ്യൂ ആണ് നമ്മൾ പറയുന്നത് വാട്ട് ഈസ് മ്യൂ? ഡൈനാമിക് അല്ലെങ്കിൽ അബ്സല്യൂട്ട് വിസ്കോസിറ്റി എന്ന് പറയും, അല്ലെ കോഎഫിഷ്യൻ്റ് ഓഫ് ഡൈനാമിക് ഓർ അബ്സല്യൂട്ട് വിസ്കോസിറ്റി എന്ന് പറയും. ഓക്കെ, ഡൈനാമിക് വിസ്കോസിറ്റി അല്ലെങ്കിൽ കോഎഫിഷ്യൻ്റ് ഓഫ് ഡൈനാമിക് വിസ്കോസിറ്റി, അല്ലെങ്കിൽ മറ്റൊരു പേരുണ്ട് അബ്സല്യൂട്ട് വിസ്കോസിറ്റി. അതാണ് നമ്മുടെ മ്യൂ. ഇതാണ് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി പറയുന്ന കാര്യം. സിമ്പിൾ കോൺസെപ്റ്റ് ആണ്, ആക്ച്വലി ഡീറ്റെയിൽ ആയിട്ടാണ് പറഞ്ഞത്. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയണം, നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. ഇത് ഇമ്പോർട്ടൻ്റ് ഒരു പോർഷനാണ് പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡിൽ. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത സ്ലൈഡിലോട്ട് പോവാം. ഇനി നമുക്കടുത്തത് ഓൾറെഡി ഞാൻ പറഞ്ഞു, ആ മ്യൂവിനെ പറ്റി അറിഞ്ഞിരിക്കണം. ഡൈനാമിക് വിസ്കോസിറ്റി, ആ ഒരു കോൺസ്റ്റൻ്റ് അവിടെ വന്ന് ഡൈനാമിക് വിസ്കോസിറ്റി എന്തുവാന്ന് ഞാൻ ഓൾറെഡി നമുക്ക് SI യൂണിറ്റ്, ഡൈനാമിക് വിസ്കോസിറ്റിയുടെ SI യൂണിറ്റ് അറിയണം. എന്തുമായിരിക്കും ഡൈനാമിക് വിസ്കോസിറ്റിയുടെ SI യൂണിറ്റ്? നമ്മൾ അവിടെ കണ്ട മ്യൂവിൻ്റെ SI യൂണിറ്റ്. SI യൂണിറ്റ് എന്ന് പറയുമ്പം ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ പാസ്കൽ സെക്കൻഡ്. ഇത് ബൈ ഹാർട്ട് ചെയ്ത് വെച്ചോണം, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഡൈനാമിക് വിസ്കോസിറ്റിയുടെ യൂണിറ്റ് ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ പാസ്കൽ സെക്കൻഡ്. ഇത് ഓരോ സാധനവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ എഴുതിയേക്കുന്നത്. ഇത് റിമെമ്പർ ചെയ്ത് വെച്ചാലേ കാര്യമുള്ളൂ. ഇത് എക്സാമിന് ഇങ്ങനെ തന്നെ ചോദിക്കും. ഓക്കെ, പാസ്കൽ സെക്കൻഡ് എന്നും പറഞ്ഞാലും SI യൂണിറ്റ് തന്നെ, അത് ഓർത്തോണം. ഇതല്ല യൂണിറ്റ്, രണ്ടും ഉണ്ട്. ഇപ്പം ഓപ്ഷനിൽ ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയറും പാസ്കൽ സെക്കൻഡും ഉണ്ടെങ്കിൽ
നമുക്ക് ബോത്ത് ഓപ്ഷൻ ഉണ്ടെങ്കിൽ റൈറ്റ്, ബോത്ത് ഓപ്ഷനേ വരത്തുള്ളൂ, കാരണം 2 യൂണിറ്റാണ്. ബോത്ത് ഓപ്ഷൻ വാട്ട് ഈസ് ദ SI യൂണിറ്റ് ഓഫ് ഡൈനാമിക് വിസ്കോസിറ്റി എക്സാമിൽ ചോദിച്ചു. അപ്പം നോർമലി ഒരാൾ എന്ത് ചെയ്യും, നമ്മൾക്കത് ഭയങ്കര ധൃതിയാണ്, നമ്മൾ ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ അങ്ങ് കുത്തും, കറപ്പിക്കും. പിന്നീടായിരിക്കും നമ്മൾ ശ്രദ്ധിക്കുന്ന 4ാമത്തെ ഓപ്ഷനിലോ അല്ലെങ്കിൽ 3ാമത്തെ ഓപ്ഷനിലെ പാസ്കലും ഉണ്ട്, പാസ്കൽ സെക്കൻഡും ഉണ്ട്, പിന്നെ ബോത്ത് A and B അങ്ങനെ വല്ല ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഇപ്പോൾ A ഓപ്ഷൻ ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ, B ഓപ്ഷൻ പാസ്കൽ സെക്കൻഡ്, C ബോത്ത് A and B, D നണ്ണ്. നമ്മൾ നോക്കുമ്പോൾ ആദ്യം തന്നെ ഇത് കുത്തിക്കും, അങ്ങനല്ല. അപ്പോൾ ഈ 2 യൂണിറ്റും കറക്റ്റാണ്. അപ്പം നമുക്ക് ആ ബോത്ത് ഓപ്ഷൻ ആയിരിക്കും ശരിക്കും റൈറ്റ് ആൻസർ. അപ്പം അങ്ങനെയൊക്കെ തെറ്റിക്കാൻ പലരും ചാൻസസ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ 2 യൂണിറ്റ്സും ഓർത്തോണം. SI യൂണിറ്റ് നമുക്ക് ഒന്നെങ്കിൽ ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ പാസ്കൽ സെക്കൻഡ്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ഇതിൻ്റെ തന്നെ CGS യൂണിറ്റ് ഓർത്തിരിക്കണം. CGS സെൻറ്റിമീറ്റർ ഗ്രാം സെക്കൻഡ് യൂണിറ്റ്. CGS യൂണിറ്റിൽ നമുക്കുള്ളത് ഡൈനാമിക് വിസ്കോസിറ്റി മ്യൂവിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ പോയിസ് ആയിരിക്കും. ഇത് മുമ്പോട്ട് തന്നെ CGS യൂണിറ്റാണ്. SI യൂണിറ്റ് ചോദിച്ചാൽ ഇതും, CGS ചോദിച്ചാൽ പോയിസും ആണ് പറയേണ്ടത്. വാട്ട് ഈസ് ദ CGS യൂണിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ എഴുതിയാൽ തെറ്റാ, പോയിസ് ആണ് CGS യൂണിറ്റ്. ഓക്കെ, ഇനി നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം 1 പോയിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഡൈൻ സെക്കൻഡ് പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. ഇതെല്ലാം റിമെമ്പർ ചെയ്തിരിക്കണം. ഒരു പോയിസ് എന്ന് പറയുമ്പോൾ 1 ഡൈൻ സെക്കൻഡ് പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. ഒരു പോയിസ് എന്ന് പറഞ്ഞാൽ 1 ഡൈൻ സെക്കൻഡ് പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇത് അറിഞ്ഞിരിക്കേണ്ടതാണ്, ബൈഹാർട്ട് ചെയ്തിരിക്കണം. അപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞു, യൂണിറ്റ് ഓർത്തിരിക്കണം, CGS യൂണിറ്റ് ഓർത്തിരിക്കണം. ഒരു പോയിസ് എന്നുള്ള എത്രയാണെന്ന് ഓർത്തോണം, 1 ഡൈൻ സെക്കൻഡ് പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. ഇനി നോക്കിക്കേ, 1 ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ ഇവിടെ നിന്ന്, അതെന്ന് പറയുമ്പോൾ എത്ര പോയിസ് ആണെന്നും ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഓർത്തിരുന്നിരുന്നതിലും ഇത് ഓർത്തിരിക്കണം. ഓക്കെ, 1 ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തുവാ, 10 പോയിസ് ആയിരിക്കും. അപ്പോൾ അത് ഓർത്തിരുന്നോണം. 1 ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 പോയിസ് ആയിരിക്കും. ഇനി നമുക്ക് അടുത്തൊരു വാല്യൂ, ഇതെല്ലാം നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങളാണ് ഡൈനാമിക് വിസ്കോസിറ്റിയുടെ കേസിൽ. അത് ഇച്ചിരി ഒരു പ്രോബ്ലം ആണെന്ന് എനിക്കറിയാം, എന്നാലും അത് റിമെമ്പർ ചെയ്യേണ്ട വാല്യൂസ് ആണ്. വിസ്കോസിറ്റി ഓഫ് വാട്ടർ അറ്റ് 20 ഡിഗ്രി സെൽഷ്യസ്. ഡൈനാമിക് വിസ്കോസിറ്റി, വെള്ളത്തിന്റെ ഡൈനാമിക് വിസ്കോസിറ്റി അറ്റ് 20 ഡിഗ്രി സെൽഷ്യസ്, ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ 1 സെന്റിപോയിസ് ആയിരിക്കും. അപ്പം അത് ഓർക്കണം. വെള്ളത്തിന്റെ വിസ്കോസിറ്റി, ഡൈനാമിക് വിസ്കോസിറ്റി ഓഫ് വാട്ടർ അറ്റ് 20 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ 1 സെന്റിപോയിസ് ആയിരിക്കും. ഇനി നമുക്ക് നോക്കാം, ഒരു പോയിസ് എന്ന് പറഞ്ഞാൽ 100 സെന്റിപോയിസാണ്. ഇതും അറിഞ്ഞിരിക്കണം. ഡൈനാമിക് വിസ്കോസിറ്റി ഓഫ് വാട്ടർ അറ്റ് 20 ഡിഗ്രി സെൽഷ്യസ് ഓർത്തോണം, എത്ര, 1 സെന്റിപോയിസ് ആണ്. ആ 1 സെന്റിപോയിസ്, ഒരു പോയിസ് എന്ന് പറഞ്ഞാൽ 100 സെന്റിപോയിസ് ആയിരിക്കും. എനിക്കറിയാം ഇച്ചിരി കൺഫ്യൂസ് ആവും, എന്നാലും ഇത് ഓർത്തിരിക്കുമ്പോൾ നിങ്ങൾ പിന്നെ അങ്ങ് പ്രോ ആയിക്കോളും, പ്രശ്നമില്ല. അപ്പം ഇത്രയും കാര്യം ഓർത്തോണം. SI യൂണിറ്റ് ഓർത്തോണം, CGS യൂണിറ്റ് ഓർത്തോണം. SI യൂണിറ്റ് 2 ഉണ്ട്, പാസ്കൽ സെക്കൻഡ് അല്ലെങ്കിൽ ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ. അത് തന്നെ സെയിം വാല്യൂ ആണ്, 2 സെയിം സാധനമാണ്. ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ അല്ല നമ്മൾ പാസ്കൽ സെക്കൻഡ് എന്നും പറയാറുണ്ട്. ഓക്കെ, അടുത്തത് CGS യൂണിറ്റ് ഓർത്തോണം, പോയിസ് ആണ്. അടുത്ത 1 ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 10 പോയിസ് ആണ്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് അറിഞ്ഞിരിക്കണം. പിന്നെ വിസ്കോസിറ്റി ഓഫ് വാട്ടർ അറ്റ് 20 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 സെന്റിപോയിസ് ആണ്. ഓക്കെ, ഒരു പോയിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 സെന്റിപോയിസ് ആണ്. അപ്പം അതും അറിഞ്ഞിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ ഡയമെൻഷൻ ആണ്. ഡയമെൻഷൻ ഓഫ് ഡൈനാമിക് വിസ്കോസിറ്റി അല്ലെങ്കിൽ അബ്സല്യൂട്ട് വിസ്കോസിറ്റി അതെന്ന് പറയുമ്പം ML⁻⁻1 T⁻⁻1, ML⁻⁻1 T⁻⁻1. അപ്പോൾ ഇത് നിങ്ങൾ സ്റ്റിക്കി നോട്ട്സ് ഒക്കെ ഇട്ടിട്ട് ചെയ്യേണ്ട ഒരു മേഖലയാണ്. നിങ്ങൾ പഠിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ വോളിൽ സ്റ്റിക്കി നോട്ട്സ് ചെയ്തിട്ട് ഈ വാല്യൂസ് എഴുതിയിട്ടാൽ മതി. അപ്പം ഡെയിലി നിങ്ങളത് കാണുമ്പോൾ നിങ്ങളത് ബൈ ഹാർട്ട് ആയിക്കോളും, തന്നെ റിമെമ്പർ ആയിരിക്കും. എൻ്റെ ഒരു ഐഡിയ ഞാൻ പറഞ്ഞു തന്നാണ്. അങ്ങനെ വേണേൽ നിങ്ങൾക്ക് എക്സാമിന് ഫോർഗെറ്റ് ചെയ്യാതിരിക്കാൻ പറ്റും. നിങ്ങൾ മറക്കത്തില്ല അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പം നിങ്ങളങ്ങനെ വോളിൽ, കാരണം നിങ്ങൾ ആദ്യം എഴുന്നേക്കും ആ വോളിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ ആയിരിക്കും. FM-ൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡിൽ ഞാൻ കുറേ പറഞ്ഞു, ഡയമെൻഷൻസ്, യൂണിറ്റ്സ്, അതെല്ലാം എഴുതിയിടുമ്പോൾ നിങ്ങൾക്ക് അത്രയ്ക്ക് റിമെമ്പർ ആയിരിക്കും. പിന്നെ ഒരിക്കലും മറക്കത്തില്ല നിങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്റ്റിക്കി നോട്ട്സ് ഈസിലി അവൈലബിൾ ആണ്, അത് മേടിച്ച് ഒട്ടിച്ചാൽ മതി. ഓക്കെ, ഞാൻ അടുത്ത നോക്കിക്കേ, ഇത് ഒരു ഇമ്പോർട്ടൻറ്റ്, ഇത് കഴിഞ്ഞ AMAക്ക് വന്നതാണെന്നാണ് എൻ്റെ വിശ്വാസം. AMA ക്വസ്റ്റ്യൻ്റെ അകത്തുണ്ടായിരുന്നു, ഉണ്ടെന്നായിരുന്നു തോന്നുന്നത്. ഡൈനാമിക് വിസ്കോസിറ്റി ഓഫ് വാട്ടർ ഈസ് 55 ടൈംസ് ഗ്രേറ്റർ ദാൻ ഡൈനാമിക് വിസ്കോസിറ്റി ഓഫ് എയർ. അതായത് വാട്ടറിൻ്റെ ഡൈനാമിക് വിസ്കോസിറ്റി അല്ലെങ്കിൽ അബ്സല്യൂട്ട് വിസ്കോസിറ്റി, വാട്ടറിൻ്റെ ഡൈനാമിക് വിസ്കോസിറ്റി അല്ലെങ്കിൽ അബ്സല്യൂട്ട് വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 55 ടൈംസ്, 55% ആരെക്കാൾ കൂടുതലാണ് എയറിൻ്റെ ഡൈനാമിക് വിസ്കോസിറ്റിയെക്കാട്ടിലും കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതൊരു പോയിൻ്റായിട്ട് ഓർത്തോണം. ഡൈനാമിക് വിസ്കോസിറ്റി ഓഫ് വാട്ടർ ഈസ് 55 ടൈംസ് ഗ്രേറ്റർ ദാൻ ഡൈനാമിക് വിസ്കോസിറ്റി ഓഫ് എയർ. ഓക്കെ, അതും ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് അടുത്ത സ്ലൈഡിലോട്ട് പോകാം. ഇനി നമുക്ക് അടുത്തൊരു സാധനം,
മെയിൻലി 2 ടൈപ്പ് വിസ്കോസിറ്റി ആണ് ഉള്ളത്, ഡൈനാമിക് വിസ്കോസിറ്റി അല്ലെ അബ്സലൂട്ട് വിസ്കോസിറ്റി. ഇനി രണ്ടാമത്തെ ടൈപ്പാണ് കൈനമാറ്റിക് വിസ്കോസിറ്റി. അതിന് നമ്മൾ ന്യൂ എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ന്യൂ, വി അല്ല, ഇത് ന്യൂ ആണ്, ഇങ്ങനെ ഇരിക്കുന്ന ഒരു നൊട്ടേഷൻ, ന്യൂ. ഓക്കെ, അപ്പം ഇതിൻ്റെ ഡെഫിനേഷൻ നമുക്ക് പറയാം. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് ഡൈനാമിക് വിസ്കോസിറ്റി ടു ഡെൻസിറ്റി. ഓക്കെ, കൈനമാറ്റിക് വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ എന്തുമായിരിക്കും? അതായത് നമ്മൾ മുമ്പേ പഠിച്ച ഡൈനാമിക് വിസ്കോസിറ്റി മ്യൂവിൻ്റെയും ഡെൻസിറ്റിയുടെയും റേഷ്യോ, അതിനെ പറയുന്ന പേരാണ് കൈനമാറ്റിക് വിസ്കോസിറ്റി. സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. ഇപ്പോൾ കൈനമാറ്റിക് വിസ്കോസിറ്റി ന്യൂ എന്ന് പറഞ്ഞാൽ ആര് തന്നെയാണ്? നമ്മുടെ മുമ്പേ പഠിച്ച ഡൈനാമിക് വിസ്കോസിറ്റി ന്യൂ ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് എ ഫ്ലൂയിഡ്, അല്ലെ എന്തുവാണേലും ആ ഡെൻസിറ്റി കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റേഷ്യോനെ പറയുന്ന പേരാണ് കൈനമാറ്റിക് വിസ്കോസിറ്റി. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു കാര്യം ഞാൻ ഇവിടെ വിട്ടുപോയി. നമ്മുടെ ഡൈനാമിക് വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ടോ ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു ഡി യു ബൈ ഡി വൈ എന്നാണ് നമ്മൾ എഴുതിയത്, അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഡെഫിനേഷൻ പറയണ്ടേ? ഇതിൻ്റെ ഡെഫിനേഷൻ സിമ്പിളാണ്. അവിടെ ഉണ്ടായ ഷിയർ സ്ട്രെസ്, ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഷിയർ സ്ട്രെസ് ഡിവൈഡഡ് ബൈ ദാറ്റ് വെലോസിറ്റി ഗ്രേഡിയൻ. അതായിരിക്കും എന്ത്? ഡൈനാമിക് വിസ്കോസിറ്റി. അപ്പോൾ അതോടെ ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഓക്കെ, ഇനി ഇവിടെയും കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കണം. അതിലാദ്യത്തതാണ് SI യൂണിറ്റ്. SI യൂണിറ്റ് എന്ന് പറയുമ്പം കൈനമാറ്റിക് വിസ്കോസിറ്റിയുടെ SI യൂണിറ്റ് മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ആണ്. രണ്ടുകൂടെ കമ്പയർ ചെയ്ത് പഠിച്ചോണം, മാറിപ്പോകരുത് അങ്ങോട്ടും ഇങ്ങോട്ടും. പലർക്കും ഞാൻ കണ്ടിട്ടുണ്ട് കൈനമാറ്റിക് വിസ്കോസിറ്റിയും ഡൈനാമിക് വിസ്കോസിറ്റി അല്ലെ അബ്സല്യൂട്ട് വിസ്കോസിറ്റി നമ്മൾ മാറിപ്പോകും. അപ്പോൾ ആ വിസ്കോസിറ്റീസിൻ്റെ യൂണിറ്റ് മാറിപ്പോകരുത്. ഓക്കെ, ഇതിൻ്റെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ആണ്. അവിടെ എന്തുമായിരുന്നു? ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ ആയിരുന്നു. ഓക്കെ, ആ ഒരു കാര്യം മറക്കരുതും. ആ യൂണിറ്റ് നോക്കിയ ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ ആണ്. ഇവിടെ നമ്മുടെ യൂണിറ്റ് കൈനമാറ്റിക് വിസ്കോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ അത് തെറ്റിപ്പോകരുതും. ഇനി അടുത്ത CGS യൂണിറ്റ് ഇവിടെയുണ്ട്. CGS യൂണിറ്റ് ഇവിടെ സ്റ്റോക്സ് ആണ്. മറ്റിടത്ത് എന്തുമായിരുന്നു? പോയിസ് ആണ്. ഇവിടെ കൈനമാറ്റിക് വിസ്കോസിറ്റിയിൽ നമ്മുടെ യൂണിറ്റ് സ്റ്റോക്സ് ആണ്, സ്റ്റോക്സ്. ഓക്കെ, അപ്പോൾ ഇത് മറക്കാതിരിക്കാൻ ഒരു ടിപ്പ് പറഞ്ഞുതരാം. ക്രിക്കറ്റ് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ഇംഗ്ലണ്ട് ടീമിൻ്റെ പ്ലെയർ ഉണ്ട്, ബെൻ സ്റ്റോക്സ്. അപ്പം അങ്ങനെ ഓർത്തിരുന്നാൽ മതി. ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞതാ. ഓക്കെ, അപ്പം CGS യൂണിറ്റ് നമ്മുടെ കൈനമാറ്റിക് വിസ്കോസിറ്റിയുടെ യൂണിറ്റ് സ്റ്റോക്സ് ആണ്. ഓക്കെ, അപ്പം അത് ഇനി നോക്കിക്കേ, 1 സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ഈസ് ഈക്വൽ ടു 1 സ്റ്റോക്സ് ആണ്. ഓക്കെ, നമ്മളിവിടെ യൂണിറ്റ് പഠിച്ചത് മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ആണ്. അപ്പം CGS യൂണിറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റോക്സ് അല്ലെങ്കിൽ എന്തും എഴുതാം, നമുക്ക് സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് എന്നൂടെ എഴുതാം. അതാണ് ഞാൻ പറഞ്ഞത്. 1 സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ആരാണ്? സ്റ്റോക്സ്, 1 സ്റ്റോക്സ്. അപ്പോൾ ഇൻ കേസ് പരീക്ഷയ്ക്ക് സ്റ്റോക്സ് തന്നിട്ടില്ല, പകരം നമുക്ക് സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് അതെന്നെങ്കിൽ നമ്മൾ സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ആണ് ചൂസ് ചെയ്യേണ്ടത്. ഇൻ കേസ് പരീക്ഷയ്ക്ക് രണ്ടും തന്നെങ്കിൽ ബോത്തും കറക്റ്റ് ആണ്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കുന്നത്. സിമ്പിൾ കോൺസെപ്റ്റ് ആണ്, പക്ഷേ നമ്മുടെ മാർക്ക് അവിടെ പോകും. അപ്പോൾ അത് ഓർത്ത് വേണം. സ്റ്റോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 സ്റ്റോക്ക് ഈസിക്കൽ എന്ത് തന്നെയാണ്? 1 സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് തന്നെയാണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. 1 മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എത്ര സ്റ്റോക്സ് ആണെന്നും അറിഞ്ഞിരിക്കണം. 10⁴ സ്റ്റോക്സ് ആണ്. ഇതെല്ലാം നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വെച്ചേക്കണം. 1 മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 10⁴ സ്റ്റോക്സ് ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഡയമെൻഷൻ നോക്കാം. ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ L² T⁻⁻1. ഒന്നുകൂടെ ഓർത്തോണം, L² T⁻⁻1 അത് ഓർത്തോണം. ഇനി ഇവിടെയും നമ്മളൊരു മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. കൈനമാറ്റിക് വിസ്കോസിറ്റി ഓഫ് എയർ ഈസ് 15 ടൈംസ് ഗ്രേറ്റർ ദാൻ കൈനമാറ്റിക് വിസ്കോസിറ്റി ഓഫ് വാട്ടർ. നമ്മൾ അവിടെ പഠിപ്പിച്ചപ്പം തിരിച്ചായിരുന്നു. എന്തുമായിരുന്നു അവിടെ പഠിപ്പിച്ചപ്പോഴത്തേക്ക്? ഡൈനാമിക് വിസ്കോസിറ്റി ഓഫ് വാട്ടർ ഈസ് 55 ടൈംസ് ഗ്രേറ്റർ ദാൻ എയർ ആയിരുന്നു. ഇവിടെ തിരിച്ചാണ്. കൈനമാറ്റിക് വിസ്കോസിറ്റി ഓഫ് എയർ ആണ് കൂടുതൽ, 15 ടൈംസ് ഗ്രേറ്റർ ദാൻ കൈനമാറ്റിക് വിസ്കോസിറ്റി ഓഫ് വാട്ടർ. അപ്പോൾ ഈ ഒരു കാര്യം ഓർത്തോണം. ക്ലിയർ ആണ്? ഓക്കെ, അടുത്തത് നമുക്ക് നോക്കാം. ഇത്രയാണ് നമുക്ക് കൈനമാറ്റിക് വിസ്കോസിറ്റിയുടെ കേസ് പറയാനുള്ളത്. ഇനി നമ്മൾ ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി കുറച്ച് കാര്യം പറയാനുണ്ടായിരുന്നു, അതും കൂടെ പറയാം. അതായത് ഏതൊക്കെ ഫ്ലൂയിഡ്സ് വിച്ച് ഒബേ ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി, അതായത് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റിയെ ഒബേ ചെയ്യുന്ന ഫ്ലൂയിഡ്സിന് പറയുന്ന പേരാണ് ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഏതൊക്കെ ഫ്ലൂയിഡ്സ് വിച്ച് ഒബേ, ഏതൊക്കെ ഫ്ലൂയിഡ്സ് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി ഒബേ ചെയ്യുന്നുണ്ട് അതിനെല്ലാം നമ്മൾ പറയുന്ന പേരാണ് ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സ്. ദ ഫ്ലൂയിഡ്സ് വിച്ച് ഡസ് നോട്ട് ഒബേ ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി ഈസ് നോൺ ആസ് നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സ്. ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇനിയും പറയും. അതിൻ്റെ അകത്ത് കുറേ എക്സാമ്പിൾസ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്, നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സിൻ്റെയും ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സിൻ്റെയൊക്കെ. ഓക്കെ, അപ്പം അന്നേരം ഞാൻ ഇതൊന്നുകൂടെ എടുത്ത് പറയും. ജസ്റ്റ് ഇപ്പോൾ അറിയാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അപ്പം ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി ഒബേ ചെയ്യുന്ന ഫ്ലൂയിഡ്സിനെ പറയുന്ന പേരാണ് ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സ് എന്നും,
ലോ ഓഫ് വിസ്കോസിറ്റി ഒബേ ചെയ്യാത്ത ഫ്ലൂയിഡ്സിനെ പറയുന്ന പേരുമാണ് നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സ് എന്ന്. സിമ്പിൾ കോൺസെപ്റ്റ് ആണ് ഇത്. ഓക്കെ, ഇനി നമുക്ക് വേരിയേഷൻ ഓഫ് വിസ്കോസിറ്റി വിത്ത് ടെമ്പറേച്ചർ, അതായത് ടെമ്പറേച്ചറിനനുസരിച്ച് വിസ്കോസിറ്റിക്ക് വരുന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് നമ്മൾ ഇനി അറിഞ്ഞിരിക്കണം. അതും ഒരു ഇമ്പോർട്ടൻറ്റ് പോർഷനാണ്. ഇപ്പോൾ നോക്കാം, ടെമ്പറേച്ചർ സിഗ്നിഫിക്കൻ്റ്ലി അഫക്ട്സ് വിസ്കോസിറ്റി. ടെമ്പറേച്ചർ കാരണം വിസ്കോസിറ്റിക്ക് നല്ല സിഗ്നിഫിക്കൻറ്റ് ചേഞ്ചസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം നോക്കുന്നത് ദ വിസ്കോസിറ്റി ഓഫ് ലിക്വിഡ് ഡിക്രീസസ് വിത്ത് ആൻ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ഫസ്റ്റ് തന്നെ അറിഞ്ഞിരിക്കേണ്ടത് ലിക്വിഡ്സിൻ്റെ കേസിൽ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് വിസ്കോസിറ്റി കുറയും. അത് ഓർത്തോണം, ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് വിസ്കോസിറ്റിക്ക് വരുന്ന മാറ്റം ലിക്വിഡ്സിൻ്റെ കേസിൽ കുറയും. ഓക്കെ, അപ്പോൾ അത് ഓർത്തോണം. വിസ്കോസിറ്റി ഓഫ് ലിക്വിഡ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ, വൈൽ ദ വിസ്കോസിറ്റി ഓഫ് ഗ്യാസസ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ഓക്കെ, ലിക്വിഡ്സിൻ്റെ കേസിൽ സംഭവിക്കുന്നതിൻ്റെ എക്സാക്ട്ലി ഓപ്പോസിറ്റ് ആയിരിക്കും ഗ്യാസസിൻ്റെ കേസിൽ നടക്കുന്നത്. അപ്പം നിങ്ങൾ നോക്കിക്കേ, ഞാൻ ഓൾറെഡി പറഞ്ഞു, ലിക്വിഡ്സിൻ്റെ കേസിൽ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് വിസ്കോസിറ്റി കുറയും. ഓക്കെ, പക്ഷേ ഗ്യാസിൻ്റെ കേസിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് വിസ്കോസിറ്റി കൂടുകയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ തിരിഞ്ഞു പോയതും, ഫോർ ഇൻ കേസ് ഓഫ് ലിക്വിഡ്സ് ദ വിസ്കോസിറ്റി ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. മാറിപ്പോയി. ലിക്വിഡ്സിൻ്റെ കേസിൽ എന്തുമായിരിക്കും, ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ലിക്വിഡ്സിൻ്റെ കേസിൽ ഡിക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, വിസ്കോസിറ്റി. ഇനി ഗ്യാസിൻ്റെ കേസിലാണെങ്കിലോ, ഗ്യാസിൻ്റെ കേസിൽ വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ദ വിസ്കോസിറ്റി ഓൾസോ ഇൻക്രീസസ്. അപ്പോൾ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും ഗ്യാസസിൻ്റെ കേസിലും, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും ലിക്വിഡ്സിൻ്റെ കേസിലും. ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി. അപ്പോൾ ഇതിൻ്റെ റീസൺസ്, നമ്മുടെ ഈ വിസ്കോസിറ്റി മെയിൻലി 2 ഫാക്ടേഴ്സാണ് ഗവേൺ ചെയ്യുന്നത്. ഈ വിസ്കസ് ഫോഴ്സസ്, ഇങ്ങനൊരു വിസ്കസ് ഫോഴ്സസ് അവിടെ ഡെവലപ്പ് ചെയ്യാൻ മെയിൻലി 2 റീസൺസ് ആണ് ഉള്ളത്. ഒന്നെന്ന് പറയുമ്പം മോളിക്കുലാർ മൊമെൻറ്റം ട്രാൻസ്ഫറും, 2 കോഹസീവ് ഫോഴ്സസും. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വിസ്കോസിറ്റി എന്ന് പറഞ്ഞ സാധനം ഉണ്ടാകാൻ തന്നെ ഗവേൺ ചെയ്യുന്ന മെയിൻ ഈ 2 ഫാക്ടേഴ്സാണ്. ഒന്ന് കൊഹസീവ് ഫോഴ്സസും, 2 മോളിക്കുലാർ മൊമെൻറ്റം ട്രാൻസ്ഫറും. കൊഹസീവ് ഫോഴ്സസും അഡ്ഹസീവ് ഫോഴ്സസ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. കൊഹസീവ് ഫോഴ്സസ് എന്ന് പറയുമ്പം അട്രാക്റ്റീവ് ഫോഴ്സസ് ആണ്, ഒരു ടൈപ്പ് അട്രാക്റ്റീവ് ഫോഴ്സസ്. പക്ഷേ ഇത് സെയിം മോളിക്യൂൾസിനെ തമ്മിൽ ബന്ധിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഫോഴ്സസ് ആണ്. അതായത് സിമിലർ മോളിക്യൂൾസിനെ തമ്മിൽ അട്രാക്ഷൻ നടത്താൻ സഹായിക്കുന്ന ഫോഴ്സാണ് കൊഹസീവ് ഫോഴ്സ്. അപ്പം നമുക്ക് അഡ്ഹസീവ് ഇവിടെ പഠിക്കാനില്ല, അഡ്ഹസീവ് ഫോഴ്സ് പഠിക്കാനില്ല, കൊഹസീവ് ഓർത്തിരുന്നാൽ മതി. കൊഹസീവ് ഫോഴ്സസ് ആണ് ഈ വിസ്കോസിറ്റിയെ സഹായിക്കുന്ന ഒരു ഘടകം. അതേപോലെ തന്നെ മോളിക്കുലാർ മൊമെൻറ്റം ട്രാൻസ്ഫറും. ഇത് രണ്ടും ആണ് എന്തിന്, ഈ ഒരു വിസ്കസ് ഫോഴ്സസിനെ മെയിൻലി ഫ്ലൂയിഡ്സിൻ്റെ കേസിൽ ഗവേൺ ചെയ്യുന്ന 3 സാധനങ്ങൾ. ഈ 2 മെക്കാനിസം കാരണമാണ് വിസ്കസ് ഫോഴ്സസ് അവിടെ ഏകദേശം ഡെവലപ്പ് ആവുന്നത്. ഓക്കെ, ഇതും ഓർത്തിരിക്കണം. ഇനി അടുത്ത് നമുക്ക് നോക്കാം, ഇൻ ലിക്വിഡ്സ് the molecules are closely packed, meaning cohesive forces predominate over molecular momentum transfer. അപ്പം നിങ്ങൾ അറിയേണ്ട കാര്യം, ഇത്രയും ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു, വിസ്കസ് ഫോഴ്സസിനെ വരാനുള്ള റീസൺ തന്നെ 2 മെക്കാനിസമാണ് ഫ്ലൂയിഡ്സിൻ്റെ കേസിൽ. ഒന്ന് കോഹസീവ് ഫോഴ്സസും, രണ്ടാമത്തത് മോളിക്കുലാർ മൊമെൻറ്റം ട്രാൻസ്ഫറും. അപ്പം ലിക്വിഡ്സിൻ്റെ കേസിൽ മോളിക്കുലാർ മൊമെൻറ്റം ട്രാൻസ്ഫർ ഇല്ല. കാരണം കൊളീഷനൊക്കെ നടക്കുവാണെങ്കിലാണ് കൂടുതലും മോളിക്കുലാർ മൊമെൻറ്റം ട്രാൻസ്ഫർ നടക്കുന്നത്. കൊളീഷൻ എന്ന് പറഞ്ഞാൽ കൂടുതലും ഗ്യാസസിൻ്റെ കേസിലാണ് മോളിക്യൂൾസ് തമ്മിൽ ബൊമ്പാർട്ട്മെൻറ്റും കൊളീഷനും ഒക്കെ നടക്കുന്നത്. ആ കേസിലാണ് എന്ത് കൂടുതൽ വരുന്നത്, മോളിക്കുലാർ മൊമെൻറ്റം ട്രാൻസ്ഫർ കൂടുതൽ വരുന്നത്. അപ്പോൾ ലിക്വിഡ്സിൻ്റെ കേസിൽ കൊഹസീവ് ഫോഴ്സസ് ആണ് കൂടുതൽ, സെയിം അട്രാക്ഷൻ ബിറ്റ്വീൻ സിമിലർ മോളിക്യൂൾസ്. അതാണ് ലിക്വിഡ്സിൻ്റെ കേസിൽ കൂടുതൽ. അതിൻ്റെ റീസൺ തന്നെ ലിക്വിഡ് മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ ക്ലോസ്ലി പാക്ഡ് ആയിരിക്കും, അടുത്തടുത്താണ് കൂടുതൽ മോളിക്യൂൾസ് ഉള്ളത്. അപ്പോൾ സിമിലർ മോളിക്യൂൾസ് തമ്മിലാണ് അട്രാക്ഷൻ കൂടുതൽ വരുന്നത്. അതുകൊണ്ട് തന്നെ അടുത്തടുത്തായതുകൊണ്ട് തന്നെ മോളിക്കുലാർ മൊമെൻറ്റം ട്രാൻസ്ഫർ ലിക്വിഡ്സിൻ്റെ കേസിൽ നടക്കുന്നില്ല. ഓക്കെ, അതുകൊണ്ടാണ് ലിക്വിഡ്സിൻ്റെ കേസിൽ എന്ത് കൂടുതൽ വരുന്നത്, കോഹസീവ് ഫോഴ്സസ് കൂടുതൽ വരാനുള്ള കാരണം. അപ്പോൾ ആ ഒരു പോയിന്റ് കൂടെ ഓർത്തോണം. മോളിക്യൂൾസ് ക്ലോസ്ലി പാക്ക് ആയതുകൊണ്ട് തന്നെ കോഹസീവ് ഫോഴ്സസ് ആയിരിക്കും ലിക്വിഡ്സിൻ്റെ കേസിൽ കൂടുതൽ കമ്പയർ ടു മോളിക്കുലാർ മൊമെൻറ്റം ട്രാൻസ്ഫർ. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിന്റും ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തോണം. ഇനി നമുക്ക് അടുത്ത പറയാനുള്ളത് നോക്കിക്കേ, അതുകൊണ്ട് തന്നെയാണ് ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് ദീസ് കൊഹസീവ് ഫോഴ്സസ് ബ്രേക്ക് ഡൗൺ ആൻഡ് ഡിക്രീസ് റിസൾട്ടിങ് ഇൻ ഡിക്രീസ് ഇൻ വിസ്കോസിറ്റി. അപ്പം ഞാൻ ചുരുക്കം പറഞ്ഞ എന്തുകൊണ്ടാണ്, ഈ ഒരു കൊഹസീവ് ഫോഴ്സസ് ഉള്ളതുകൊണ്ടാണ് ലിക്വിഡ്സിൻ്റെ കേസിൽ ഞാൻ പറയുന്നത് കൊഹസീവ് ഫോഴ്സ് ഉള്ളതുകൊണ്ടാണ് ഈ കൊഹസീവ് ഫോഴ്സ് എന്ത് ചെയ്യും, ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് കുറഞ്ഞുകൊണ്ടിരിക്കും, ബ്രേക്ക് ഡൗൺ ആവും. അപ്പോൾ ആ ഒരു ബ്രേക്ക് ഡൗൺ കാരണമാണ് നമുക്ക് അവിടെ വിസ്കോസിറ്റിയും കുറയുന്നത്. മനസ്സിലായോ? അപ്പം ലിക്വിഡ്സിൻ്റെ കേസിൽ ടെമ്പറേച്ചർ കൂടുമ്പം വിസ്കോസിറ്റി കുറയാനുള്ള റീസൺ ആണ് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തത്. ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് എന്തുമായിരിക്കും,
ഈ കോസീവ് ഫോഴ്സസ് കാരണമാണ് എന്ത് ചെയ്യുന്നത്, ടെമ്പറേച്ചർ കൂടുമ്പോൾ കോസീവ് ഫോഴ്സസ് കുറയും. ഈ കോസീവ് ഫോഴ്സസ് കുറയുന്നതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്, അവിടെ ലിക്വിഡ്സിന്റെ കേസിൽ വിസ്കോസിറ്റിയും കുറയാൻ കാരണം. അപ്പോൾ ഈ ഒരു കാരണം ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ഓർത്തിരുന്നോണം. ഇനി നമുക്ക് ഗ്യാസിന്റെ കേസിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഗ്യാസിന്റെ കേസിൽ കോഹസീവ് ഫോഴ്സസ് കുറവാണ്. കോഹസീവ് ഫോഴ്സസ് എന്തായിരിക്കും, വെറും കുറവായിരിക്കും, ഭയങ്കര നമുക്ക് വിചാരിക്കുന്നതിൽ ഒരു അത്രയൊന്നും ഇല്ല. കോഹസീവ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ കുറവാണ് ഗ്യാസസിന്റെ കേസിൽ. അവിടെ കൂടുതലും നടക്കുന്നത് മോളിക്കുലാർ മൊമെന്റം ട്രാൻസ്ഫർ ആണ്. ഈ മോളിക്കുലാർ മൊമെന്റം ട്രാൻസ്ഫർ നടക്കുന്നതുകൊണ്ട് തന്നെയാണ് ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യും, മോളിക്കുലാർ മൊമെന്റം ട്രാൻസ്ഫറും ആക്ടിവിറ്റിയും കൂടും. അല്ലെ ഈ മോളിക്കുലാർ മൊമെന്റം ട്രാൻസ്ഫർ ബൊമ്പാർട്ട്മെന്റ് അവിടെ ഒന്നുകൂടെ കൂടും മോളിക്യൂൾസ് തമ്മിൽ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, അവിടെ വിസ്കോസിറ്റി ഇൻക്രീസ് ചെയ്യുന്നത്. ഈ രണ്ട് കാരണം കൊണ്ടാണ് ഞാൻ മുമ്പേ പറഞ്ഞ ഇൻക്രീസും ഡിക്രീസും ഗ്യാസസിന്റെ ലിക്വിഡിന്റെ കേസിൽ നടക്കുന്നത്. ഓക്കെ, അപ്പം ഒന്നുകൂടെ പറയാം, ലിക്വിഡ്സിന്റെ കേസിൽ കോഹസീവ് ഫോഴ്സസ് കൂടുതലായതുകൊണ്ട് ടെമ്പറേച്ചർ കൂടുമ്പം കോഹസീവ് ഫോഴ്സസ് കുറയും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, വിസ്കോസിറ്റി കുറയും. പക്ഷേ ഗ്യാസിന്റെ കേസിൽ മോളിക്കുലാർ മൊമെന്റം ട്രാൻസ്ഫർ ആണ് കൂടുതൽ നടക്കുന്നത്. അപ്പം ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് മോളിക്കുലാർ മൊമെന്റം ട്രാൻസ്ഫർ കൂടും. അത് കൂടുന്നതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, ഗ്യാസസിന്റെ കേസിൽ വിസ്കോസിറ്റിയും കൂടും. ഇതാണ് റീസൺ. ഓക്കെ, അപ്പം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇത് ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, ഇങ്ങനെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതും ഒന്ന് അറിഞ്ഞിരിക്കണം, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇതൊരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, ഇനി നമുക്ക് ലിക്വിഡ്സിന്റെ കേസിൽ നമുക്കുള്ള ഫോർമുലയാണ് ഞാൻ ഈ പറഞ്ഞേക്കുന്നത്. മ്യൂ ഇസ് ഈക്വൽ ടു μ0 ഇൻറ്റു 1/1 പ്ലസ് ആൽഫ ടി പ്ലസ് ബീറ്റ ഇൻറ്റു ടി സ്ക്വയർ. ഈ ഇക്വേഷൻ പരീക്ഷയ്ക്ക് ഇതേപോലെ എടുത്ത് ചോദിക്കും, ലിക്വിഡ്സിന്റെ കേസിലുള്ള വിസ്കോസിറ്റിയുടെ ഇക്വേഷൻ. ഓക്കെ, അപ്പം നമ്മൾ ലിക്വിഡ്സിന്റെ കേസിൽ എന്തോ ചെയ്യുന്നത്, മ്യൂ ഇസ് ഈക്വൽ ടു μ0 ഇൻറ്റു 1/1 പ്ലസ് ആൽഫ ടി പ്ലസ് ബീറ്റ ടി സ്ക്വയർ. ഈ ഇക്വേഷൻ അതേപോലെ ബൈഹാർട്ട് ചെയ്തോണം, ഇത് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ മ്യൂ എന്ന് പറഞ്ഞാൽ എന്തുവാ, മ്യൂ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ആ ലിക്വിഡ് ഏത് ടെമ്പറേച്ചറിലാണോ ആ ടെമ്പറേച്ചറുള്ള വിസ്കോസിറ്റിയാണ്. ഓക്കെ, അതാണ് പറഞ്ഞേക്കുന്നത് വിസ്കോസിറ്റി ഓഫ് ലിക്വിഡ് അറ്റ് T°C. അപ്പോൾ ഏതാണേലും ഓക്കെ. അപ്പോൾ ആ വിസ്കോസിറ്റിയുടെ യൂണിറ്റ് എന്തുമായിരിക്കും, പോയിസിലായിരിക്കണം കേട്ടോ. ഇവിടെ കൊടുക്കുമ്പോൾ നമ്മളത് പോയിസിലായിരിക്കും ആ വാല്യൂ. ഇനി അടുത്ത് നമ്മുടെ μ0 തന്നിട്ടുണ്ട്. μ0 എന്ന് പറയുമ്പോൾ വിസ്കോസിറ്റി ഓഫ് ലിക്വിഡ് അറ്റ് 0°C, അതും ഇൻ പോയിസ് ആയിരിക്കും. ഓക്കെ, ഇനി ആൽഫ ആൻഡ് ബീറ്റ ആർ ദ കോൺസ്റ്റന്റ് ഫോർ ഏത് ആ ഒരു കോൺസ്റ്റന്റ് ആൽഫ ബീറ്റ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു കോൺസ്റ്റൻസ് ആണ്. ആ കോൺസ്റ്റന്റ് വാല്യൂ ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട്, ഇതെല്ലാം ബൈഹാർട്ട് ചെയ്ത് വെച്ചേക്കണം. ഇപ്പം μ0യുടെ വാല്യൂ വാട്ടറിന്റെ കേസിൽ μ0യുടെ വാല്യൂ 1.79 ഇൻറ്റു 10⁻³ പോയിസ് ആണ്. പിന്നെ ആൽഫ എന്ന് പറയുമ്പം 0.03368, പിന്നെ ബീറ്റ എന്ന് പറയുമ്പോൾ 0.00221. ഇത് ചോദിച്ചിട്ടുണ്ട് ഈ ഇക്വേഷൻ, ലിക്വിഡ്സിന്റെ കേസിലുള്ള ഇക്വേഷൻ. ഓക്കെ, ഇത് വേരിയേഷന്റെ ആ ഒരു ഇക്വേഷൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി, ഇതിങ്ങനെ ചോദിക്കത്തുള്ളൂ, ഇതിൽ കൂടുതലൊന്നും ചോദിക്കത്തില്ല, പ്രോബ്ലമായിട്ടൊന്നും ചോദിച്ച് കണ്ടിട്ടില്ല ഇതുവരെ. അപ്പോൾ ഇങ്ങനെ വരാറുണ്ട്, ലിക്വിഡ്സിൻ്റെയും ഗ്യാസസിൻ്റെ ഇക്വേഷൻ ഏതാണെന്ന് ചോദിച്ച് വരും. അപ്പോൾ നമ്മൾ ലിക്വിഡ്സിൻ്റെ ഈ ഒരു ഇക്വേഷൻ ചൂസ് ചെയ്യണം. പിന്നെ ഈ വാല്യൂസൊക്കെ മാൻഡേറ്ററി ആയിട്ട് പഠിക്കണമെന്ന് ഞാൻ പറയത്തില്ല, പക്ഷേ ഇമ്പോർട്ടൻ്റ് ആണ്. ഇമ്പോർട്ടൻ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ചിലപ്പോൾ ചോദിക്കാൻ പറ്റിയ ഒരു ഏരിയ ആണ് ഇത്. ഇതൊന്നും വാട്ടറിൻ്റെ കേസിൽ ആരും ഓർത്തിരിക്കത്തില്ല ഇതൊന്നും. അപ്പോൾ ഇങ്ങനെയുള്ള വാല്യൂസ് ആണ് ഇതിൽ ഏറ്റവും പാട് പഠിച്ചു വെക്കാൻ. അപ്പോൾ ഈ ഒരു കാര്യം ഓർത്തണം. ഞാൻ ഒന്നുകൂടെ പറയും, മ്യൂ എന്ന് പറയുമ്പം ആ ഏതൊരു ലിക്വിഡ് ആണെങ്കിലും അതിൻ്റെ T°C, അപ്പോൾ 30 ആണെങ്കിൽ അത് 30°C, 20 ആണെങ്കിൽ 20°C അവിടുത്തെ വിസ്കോസിറ്റി. പോയിസിൽ വേണം അത് എഴുതാൻ, അതാണ് ഈ മ്യൂ എന്ന് പറഞ്ഞാൽ. μ0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0°C ആ ലിക്വിഡിൻ്റെ വിസ്കോസിറ്റി, അതാണ് μ0. ഓക്കെ, ഈ ആൽഫയും ബീറ്റയും എന്നും പറയുമ്പോഴത്തേക്ക് കോൺസ്റ്റൻസ് ആണ്, ആ ഒരു ലിക്വിഡിൻ്റെ കോൺസ്റ്റന്റ് വാല്യൂ. വാട്ടറിൻ്റെ കേസിലും പല ലിക്വിഡിന് പല ആൽഫ ബീറ്റ വാല്യൂസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ വാട്ടറിൻ്റെ കേസിലുള്ള ആൽഫയും ബീറ്റയും μ0യുടെ വാല്യൂ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിക്കാം, ഞാൻ പറഞ്ഞ പോലെ സ്റ്റിക്കി നോട്ട്സിൽ ആഡ് ചെയ്താൽ മതി. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് പോവാം. അടുത്ത ഇനി ഗ്യാസസിൻ്റെ കേസിൽ വരുന്നൊരു ഇക്വേഷനാണ് മ്യൂ ഈസ് ഈക്വൽ ടു μ0 പ്ലസ് ആൽഫ ടി മൈനസ് ബീറ്റ ടി സ്ക്വയർ. ഇതാണ് ഗ്യാസസിൻ്റെ കേസിലുള്ള നമ്മുടെ ആ ഒരു ഇക്വേഷൻ. അപ്പോൾ ഇത് പറഞ്ഞിരിക്കണം. ഇവിടെ എയറിൻ്റെ കേസസിൽ കുറേ കാര്യമുണ്ട്. μ0 എന്ന് പറയുമ്പോൾ 0.000017. ഇനി ആൽഫയുടെ വാല്യൂ 7 0 ഉണ്ട്, 7056. ഓക്കെ, അത് ഓർത്തോണം. 1 2 3 4 5 6 7 പോയിന്റ് കഴിഞ്ഞിട്ട് 7056 വാല്യൂ. ഇനി അടുത്ത ബീറ്റയുടെ വാല്യൂ എന്ന് പറയുമ്പോൾ 0.1189 ഇൻറ്റു 10⁻⁻⁹. ഓക്കെ, അപ്പോൾ ഇത് ഗ്യാസസിൻ്റെ കേസിലും ഈ ഇക്വേഷൻസ് എന്തായാലും അറിഞ്ഞിരിക്കണം. ഈ ഇക്വേഷൻ വെച്ച് ക്വസ്റ്റ്യൻ വരാറുണ്ട്, ഗ്യാസിൻ്റെ ഏതാണ് ലിക്വിഡിൻ്റെ ഏതാണ്. പിന്നെ ഈ വാല്യൂസ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും പഠിക്കാൻ പറ്റുന്നവർക്ക് നല്ല രീതിയിൽ പഠിക്കണം. ചിലപ്പോൾ ചോദിക്കാം, അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല ഞാൻ, പക്ഷേ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ,
ഇനി നമുക്ക് കുറച്ച് MCQs ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ആൻ ഓയിൽ ഹാസ് എ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് 0.8, വാട്ട് ഈസ് ദ ഡെൻസിറ്റി ഓഫ് ഓയിൽ? ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരും. അതായത് നമുക്ക് തന്നേക്കുന്നത് ഒരു ഓയിൽ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഒരു ഓയിൽ നമുക്ക് തന്നിട്ടുണ്ട്. ഏതാണ് ഓയിൽ എന്നൊന്നും പറഞ്ഞിട്ടില്ല, ഒരു ഓയിൽ നമുക്ക് തന്നിട്ടുണ്ട്. ആ ഓയിലിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എസിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. എത്ര? 0.8 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്ന ആ ഓയിലിൻ്റെ ഡെൻസിറ്റി എങ്ങനെ കണ്ടുപിടിക്കുന്നത്? അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ എന്തുവാ? ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഡെൻസിറ്റി ഓഫ് ദാറ്റ് ഫ്ലൂയിഡ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് ദാറ്റ് സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ്. അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത് എന്തുവാ? സ്പെസിഫിക് ഗ്രാവിറ്റി എന്തോ നിങ്ങൾക്ക് അറിയാം, ഡെൻസിറ്റി ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ഫ്ലൂയിഡ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് ദാറ്റ് സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ്. ഓക്കെ, അപ്പം നമുക്ക് ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. അതായത് ഈ മുകളിലത്തെ സാധനമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓൾറെഡി സ്പെസിഫിക് ഗ്രാവിറ്റി അറിയാം. അപ്പോൾ നമുക്ക് ഈ ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇതിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ എന്തുമായിരിക്കും? ഡെൻസിറ്റി ഓഫ് ദാറ്റ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഓയിലാണ്. ഓയിലിനാണ് നമുക്ക് തന്നേക്കുന്നത്. അപ്പം ആ ഓയിലിൻ്റെ ഡെൻസിറ്റി എങ്ങനെ കണ്ടുപിടിക്കും? സ്പെസിഫിക് ഗ്രാവിറ്റി ഇൻറ്റു ദാറ്റ് ഡെൻസിറ്റി ഓഫ് സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ്. സ്പെസിഫിക് ഗ്രാവിറ്റി എത്ര? 0.8 ഇൻറ്റു 1000. ഓക്കെ, ഡെൻസിറ്റിയുടെ യൂണിറ്റ് എന്തുവാ? കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. അപ്പോൾ നമുക്ക് 800 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. അങ്ങനെയാണ് ഇത് വന്നത്. ഒന്നുകൂടെ പറയാം. നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് ഓയിൽ ഹാസ് എ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് 0.8, 0.8 നമുക്ക് തന്നിട്ടുണ്ട്. ഒരു ഓയിലുണ്ട്, അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. ആ ഓയിലിൻ്റെ ഡെൻസിറ്റി കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ ഫോർമുല അറിയാം. എന്തുവാ? ഡെൻസിറ്റി ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ഫ്ലൂയിഡ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ്. നമുക്ക് തന്നേക്കുന്നത് ആരാണ്? ഓയിലാണ്. അപ്പോൾ ഓയിലിൻ്റെ ഡെൻസിറ്റി ഈ ഈക്വേഷനിൽ കണ്ടുപിടിച്ചുകൂടെ? ഇതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. എന്ത് ചെയ്താൽ മതി? ഇവിടെ എസ് ഉണ്ട്, ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എന്ത്? എസ് ഇൻറ്റു ഡെൻസിറ്റി ഓഫ് ദാറ്റ് സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ്. അപ്പോൾ നമുക്ക് 800 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. വെരി സിമ്പിൾ പ്രോബ്ലം. ഞാൻ ഒന്നും പറഞ്ഞതേ ഉള്ളൂ. വെരി സിമ്പിൾ പ്രോബ്ലം. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ 10 മീറ്റർ ക്യൂബ് ഓഫ് സർട്ടൻ ഓയിൽ വെയ്സ് 60 kilonewton. ഡിറ്റർമൈൻ ദ വെയിറ്റ് ഡെൻസിറ്റി, മാസ് ഡെൻസിറ്റി, സ്പെസിഫിക് വോളിയം ആൻഡ് സ്പെസിഫിക് ഗ്രാവിറ്റി. ഓക്കെ, നമുക്കൊരു സർട്ടൻ ഒരു ഓയിൽ തന്നിട്ടുണ്ട്. ഏത് ഓയിലാണെന്ന് തന്നിട്ടില്ല, സർട്ടൻ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഒരു പർട്ടിക്കുലർ ഓയിൽ തന്നിട്ടുണ്ട്. ആ ഓയിലിൻ്റെ വോളിയം തന്നിട്ടുണ്ട്. വോളിയം എത്ര പറഞ്ഞേക്കുന്നത്? വോളിയം തന്നേക്കുന്നത് 10 മീറ്റർ ക്യൂബാണ്. വോളിയം തന്നിട്ടുണ്ട് 10 മീറ്റർ ക്യൂബ്. ഇനി അതിൻ്റെ വെയിറ്റ് തന്നിട്ടുണ്ട്. ആ ഓയിൽ ചെയ്യുന്ന വെയിറ്റ് തന്നിട്ടുണ്ട്. 60 kilonewton ആണ് വെയിറ്റ് തന്നേക്കുന്നത്. ക്യാപിറ്റൽ W തന്നിട്ടുണ്ട്. ക്യാപിറ്റൽ വിയും ക്യാപിറ്റൽ ഡബ്ല്യൂയും തന്നിട്ടുണ്ട്. വെയിറ്റ് എന്ന് പറയുമ്പോൾ 60 kilonewton ആണ്. ഇതിനെ ന്യൂട്ടനാക്കാൻ എന്ത് ചെയ്താൽ മതി? 60 × 10⁻³ ന്യൂട്ടൺ ആവും. 60 kilonewton എന്ന് പറഞ്ഞാൽ 60 × 10⁻³ ന്യൂട്ടൺ. ഓക്കെ, ഇനി നമ്മളോട് ആദ്യം പറഞ്ഞേക്കുന്നത് വെയിറ്റ് ഡെൻസിറ്റി കണ്ടുപിടിക്കാനാണ്. അപ്പോൾ നമുക്ക് 2 വാല്യൂസ് തന്നിട്ടുള്ളൂ. ഒന്ന് വോളിയം തന്നിട്ടുണ്ടായിരുന്നു, പിന്നെ വെയിറ്റും തന്നിട്ടുണ്ട്. അപ്പോൾ വെയിറ്റ് ഡെൻസിറ്റി സ്മോൾ w എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം. ഫസ്റ്റ് തന്നെ വെയിറ്റ് ഡെൻസിറ്റി സ്മോൾ w എന്ന് പറഞ്ഞാൽ എന്തുവാ? വെയിറ്റ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ഫ്ലൂയിഡ് ക്യാപിറ്റൽ W ഡിവൈഡഡ് ബൈ വോളിയം. സിമ്പിൾ. ആദ്യത്തെ 2 വാല്യൂ തന്നേക്കുന്ന സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ വെയിറ്റ് നമുക്ക് തന്നേക്കുന്നത് എത്ര ആയിരുന്നു? 60 kilonewton ആണ്. കിലോന്യൂട്ടനെ ന്യൂട്ടൺ ആക്കാൻ എന്ത് ചെയ്താൽ മതി? 60 × 10⁻³ അതാണ് ഈ ചെയ്തേക്കുന്നത്. ചെയ്തു. വോളിയം എത്ര ആയിരുന്നു? 10 മീറ്റർ ക്യൂബ്. അപ്പോൾ ആദ്യം ഇത് ചെയ്യുമ്പോൾ ഓർക്കേണ്ടത് SI യൂണിറ്റ് ആണോ ഇല്ലെന്ന് നോക്കണം. വോളിയം സെൻറ്റിമീറ്റർ ആണ്, അതിനെ മീറ്ററിലോട്ട് ആക്കണം. ഓക്കെ, ഇവിടെ നമുക്ക് മീറ്ററിൽ തന്നെ ആയിരുന്നു, അതുകൊണ്ട് തന്നെ 10 കൊടുത്തു. 60 × 10⁻³ ഡിവൈഡഡ് ബൈ 10. അപ്പോൾ നമ്മുടെ ആൻസർ എന്തുവായി? വെയിറ്റ് ഡെൻസിറ്റിയുടെ യൂണിറ്റ് എന്തുമായിരുന്നു? നമ്മൾ പഠിച്ചതാണ് ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ്. അപ്പോൾ ഈ യൂണിറ്റ്സിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 6000 Newton per meter cube. 60 × 10⁻³ ഡിവൈഡഡ് ബൈ 10. ഇതിനോട് പോകുമ്പോൾ എന്ത് വരും? ഇവിടെ 10⁻² വരും. അതാണ് എഴുതിയേക്കുന്നത്. 6000 Newton per meter cube. ഓക്കെ, നമ്മളിനി വെയിറ്റ് ഡെൻസിറ്റിക്ക് മറ്റൊരു ഇക്വേഷൻ ഞാൻ പറഞ്ഞായിരുന്നു. വെയിറ്റ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ക്യാപിറ്റൽ W/V എന്നായിരുന്നു ഞാൻ പറഞ്ഞത്, വോളിയം. അപ്പോൾ ഈ ക്യാപിറ്റൽ W വെയിറ്റിന് നമുക്ക് എങ്ങനെ എഴുതാമെന്ന് ഞാൻ പറഞ്ഞു? mg/v എന്ന് എഴുതാമെന്ന് പറഞ്ഞായിരുന്നു. ഈ m/v എന്ന് പറഞ്ഞാൽ ആര് തന്നെയാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു? ρ × g അല്ലേ? അപ്പോൾ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് എന്തോ? മാസ് ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ. അപ്പോൾ ഈ ഇക്വേഷനിൽ നമുക്ക് കണ്ടുപിടിച്ചുകൂടെ? നമുക്ക് ഓൾറെഡി വെയിറ്റ് ഡെൻസിറ്റി കിട്ടി, അതിൻ്റെ വാല്യൂ അറിയാം. അതായത് ഈ റോ കണ്ടുപിടിച്ചുകൂടെ? എന്ത് ചെയ്താൽ മതി? സ്മോൾ w = ρg എന്നാണ്. അപ്പോൾ ഇതിൽ നിന്ന് റോ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? സ്മോൾ w ഡിവൈഡഡ് ബൈ g. അതാണ് ഇവിടെ ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ സ്മോൾ w നമുക്ക് എത്ര ആയിരുന്നു കിട്ടിയത്? 6000. ജിയുടെ വാല്യൂ 9.81. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 9.81 ആണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം 611.62 എന്ന് കിട്ടും. ഡെൻസിറ്റിയുടെ യൂണിറ്റ് അറിയാലോ, കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഇത്രയാണ് സെക്കൻഡ് പാർട്ട് നമുക്കായി. ഇനി നമുക്ക് തേർഡ് പാർട്ട് ചോദിച്ചേക്കുന്ന സ്പെസിഫിക് വോളിയം. ഞാൻ പഠിപ്പിക്കുമ്പോഴേ പറഞ്ഞതാണ്. സ്പെസിഫിക് വോളിയം എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ഇൻവേഴ്സ് ഓഫ് ഡെൻസിറ്റി. സ്പെസിഫിക് വോളിയം സ്മോൾ v എന്ന് പറഞ്ഞാൽ എന്തോ? ഇൻവേഴ്സ് ഓഫ് ഡെൻസിറ്റി. ഡെൻസിറ്റിയുടെ റെസിപ്രോക്കൽ ആണ്. നമുക്ക് ഓൾറെഡി ഡെൻസിറ്റി കിട്ടിയായിരുന്നല്ലോ. ഇവിടെ എത്ര കിട്ടിയത്? 611.62.
അപ്പോൾ 1 ചെയ്താൽ മതി. 1/61 അപ്പോൾ ഏകദേശം സ്പെസിഫിക് വോളിയത്തിൻ്റെ യൂണിറ്റ് നിങ്ങൾക്ക് അറിയാം, മീറ്റർ ക്യൂബ് പെർ കിലോഗ്രാം ആണ്. അപ്പോൾ അത് എഴുതിയാൽ മതി. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുമ്പം 0.0016 ആയിരിക്കും കിട്ടുന്ന വാല്യൂ, മീറ്റർ ക്യൂബ് പെർ കിലോഗ്രാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത നാലാമത്തെ നമ്മളോട് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യനിൽ സ്പെസിഫിക് ഗ്രാവിറ്റി ക്യാപിറ്റൽ എസ് ആണ്. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഡെൻസിറ്റി ഓഫ് ദാറ്റ് ഓയിൽ ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ്, അല്ല ഡെൻസിറ്റി ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ഫ്ലൂയിഡ് ബൈ ഡെൻസിറ്റി ഓഫ് സിമ്പിൾ ഫോമുല, ബേസിക് ഫോമുല യൂസ് ചെയ്യുകയാണ്. അപ്പോൾ ഡെൻസിറ്റി നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു 611.62 ആ ഓയിലിൻ്റെ. സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റി എന്താ? സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആരെയാ? വാട്ടർ തന്നെയാണ്. അപ്പം 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. സ്പെസിഫിക് ഗ്രാവിറ്റിക്ക് യൂണിറ്റ് ഉണ്ടോ? ഇല്ല, 0.611. അപ്പോൾ ഇതാണ് ആൻസേഴ്സ്. നിങ്ങൾ നോക്കിക്കുക, 4 കാര്യം നമ്മൾ കണ്ടുപിടിച്ചു. നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്ന 4 കാര്യമായിരുന്നു. ഒന്ന് വെയിറ്റ് ഡെൻസിറ്റി, മാസ് ഡെൻസിറ്റി, സ്പെസിഫിക് വോളിയം, പിന്നെ സ്പെസിഫിക് ഗ്രാവിറ്റി. 4 ആയി. സിമ്പിൾ. ഇതേപോലെ ചിലപ്പം പ്രോബ്ലംസ് ചോദിക്കും. ഓക്കെ, ഇനി നമുക്ക് പ്രീവിയസ്ലി ആസ്ഡ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതുകൂടെ ഒന്ന് പറഞ്ഞു പോവാം. എ വെസൽ ഓഫ് 4 മീറ്റർ ക്യൂബ് കണ്ടെയ്ൻസ് ആൻ ഓയിൽ ഓഫ് വെയിറ്റ് 30 kN. ദ സ്പെസിഫിക് വെയിറ്റ് ഓഫ് ഓയിൽ ഈസ്. മുമ്പേ ചെയ്ത പ്രോബ്ലം പോലെ തന്നെയുള്ളൂ. അതായത് നമുക്കൊരു വെസൽ തന്നിട്ടുണ്ട്, ആ വെസലിൻ്റെ വോളിയം നമുക്ക് പറഞ്ഞിട്ടുണ്ട് 4 മീറ്റർ ക്യൂബ് എന്ന് വോളിയം തന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ അവിടെ ഒരു ഓയിലുണ്ട്, ആ വെസലിനകത്ത് ഒരു ഓയിൽ ഉണ്ടെന്ന് പറഞ്ഞു. ആ ഓയിലിൻ്റെ വെയിറ്റ് തന്നിട്ടുണ്ട്, W, ക്യാപിറ്റൽ W, 30 kN ആണ്. നമ്മളോട് ചോദിച്ചേക്കുന്ന സ്പെസിഫിക് വെയിറ്റ് സ്മോൾ w കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ക്യാപിറ്റൽ W ഡിവൈഡഡ് ബൈ V ചെയ്താൽ മതി. അതായത് നമുക്കിവിടെ ഉത്തരം നോക്കിക്കുക, കിലോന്യൂട്ടണിൽ തന്നെ, എല്ലാം കിലോന്യൂട്ടണിലാണ് തന്നേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇതിനെ ന്യൂട്ടണിലോട്ടാക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പം 30 ഡിവൈഡഡ് ബൈ 4 ഇത് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. കറക്റ്റ് ആൻസർ 7.5 ആണ്. ഓക്കെ, 30 ഡിവൈഡഡ് ബൈ 4 ഈസ് ഈക്വൽ ടു 7.5 kN പെർ മീറ്റർ ക്യൂബ്. സിമ്പിൾ. ഇപ്പോൾ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഇങ്ങനെ വേണം പ്രോബ്ലം ചെയ്യാൻ. ഒരു 20 സെക്കൻഡ് പോലും വേണ്ട, നമുക്ക് ചെയ്യാം. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഒരു പ്രീവിയസ്ലി ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ്. ദ പ്രോപ്പർട്ടി ഓഫ് ലിക്വിഡ് വിച്ച് ഓഫേഴ്സ് റെസിസ്റ്റൻസ് ടു ദ മൂവ്മെന്റ് ഓഫ് വൺ ലെയർ ഓഫ് ലിക്വിഡ് ഓവർ അനദർ അഡ്ജസ്റ്റന്റ് ലെയർ ഈസ് കോൾഡ്. അതായത് ലിക്വിഡിൻ്റെ ഏത് പ്രോപ്പർട്ടിയാണ് റെസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഒരു ലെയർ ഓഫ് ലിക്വിഡ്, ഞാൻ ഓൾറെഡി പറഞ്ഞത് അഡ്ജസ്റ്റന്റ് ലെയറുമായിട്ട് വരുന്നത് ഏതായിരിക്കും? സർഫസ് ടെൻഷൻ നമ്മൾ ഇതുവരെ പഠിച്ചില്ല, അതല്ലെന്നറിയാം. കംപ്രസിബിലിറ്റി ആണോ? അല്ല. കാപ്പിലാരിറ്റി ആണോ? അല്ല. ഇതൊന്നും നമ്മൾ ഇനി പഠിക്കാൻ കിടക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ബേസിക്കലി മനസ്സിലാവും. വിസ്കോസിറ്റി ആണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി, വിസ്കോസിറ്റി ആണ് റൈറ്റ് ആൻസർ. ഓൾറെഡി ഞാൻ പഠിപ്പിച്ചതാണ്. ഓക്കെ, അപ്പം ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ, വിസ്കോസിറ്റി. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇത് ഇച്ചിരി കൺഫ്യൂസിങ് ആണ്. ആസ് ദ ടെമ്പറേച്ചർ ഇൻക്രീസസ് വിസ്കോസിറ്റി ഓഫ് ഗ്യാസ് ആൻഡ് ദാറ്റ് ഓഫ് ലിക്വിഡ് ഡാഷ് എന്ന് പറഞ്ഞ് തന്നേക്കുക. അതായത് ടെമ്പറേച്ചർ കൂടുമ്പം, ടെമ്പറേച്ചർ കൂടുന്ന കേസാണ് പറഞ്ഞത്. ടെമ്പറേച്ചർ കൂടുമ്പം ഗ്യാസിൻ്റെ വിസ്കോസിറ്റിക്കും ലിക്വിഡിൻ്റെ വിസ്കോസിറ്റിക്കും എന്ത് സംഭവിക്കുമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. ടെമ്പറേച്ചർ കൂടുമ്പം ഗ്യാസിൻ്റെ കേസിൽ മോളിക്കുലാർ മൊമെൻറ്റം ട്രാൻസ്ഫർ ആണ് കൂടുതലുള്ളത് കോഹസീവ് ഫോഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ. അതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ കൂടുമ്പം ഗ്യാസിൻ്റെ കേസിൽ വിസ്കോസിറ്റിക്ക് എന്ത് സംഭവിക്കും? വിസ്കോസിറ്റി കൂടും. ഓക്കെ, വിസ്കോസിറ്റി വിൽ ഇൻക്രീസ്. ആൻഡ് നോക്കിക്കുക, ലിക്വിഡിൻ്റെ കേസിൽ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, വിസ്കോസിറ്റിക്ക് എന്ത് സംഭവിക്കും? ടെമ്പറേച്ചർ കൂടുമ്പം ലിക്വിഡ്സിൻ്റെ കേസിൽ മോളിക്കുലാർ മൊമെൻറ്റം ട്രാൻസ്ഫർ അല്ല പ്രിഡോമിനേറ്റ് ചെയ്യുന്നത്. ആരാ? കോഹസീവ് ഫോഴ്സസ് ആണ്. കോഹസീവ് ഫോഴ്സസ് ടെമ്പറേച്ചർ കൂടുമ്പം നേരെ കുറയും. കോഹസീവ് ഫോഴ്സസ് കുറയുന്നതുകൊണ്ട് തന്നെ വിസ്കോസിറ്റിയും കുറയും. അപ്പം ആൻസർ വരേണ്ടത് ഇൻക്രീസ് ആൻഡ് ഡിക്രീസ്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ഇൻക്രീസ് ചെയ്യും ഗ്യാസിൻ്റെ കേസിൽ വിസ്കോസിറ്റി, പിന്നെ ലിക്വിഡിൻ്റെ കേസിൽ ഡിക്രീസും ചെയ്യും. ഓപ്ഷൻ എ ആയിരിക്കും റൈറ്റ് ആൻസർ. അപ്പോൾ അതാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇനി അടുത്ത നമുക്ക് ഒരു ക്വസ്റ്റ്യനോട് വർക്കൗട്ട് ചെയ്യാം. യൂണിറ്റ് ഓഫ് കൈനമാറ്റിക് വിസ്കോസിറ്റി ഇൻ CGS സിസ്റ്റം ഈസ്. അതായത് കൈനമാറ്റിക് വിസ്കോസിറ്റി SI യൂണിറ്റ് അല്ലേ ചോദിച്ചേക്കുന്നത്. കൈനമാറ്റിക് വിസ്കോസിറ്റിയുടെ CGS ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ നമ്മുടെ ആൻസർ ഇതാ, നോക്കിക്കേ, പോയിസ് ഉണ്ട്, സ്റ്റോക്സ് ഉണ്ട്, സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ഉണ്ട്, ബോത്ത് B and C ഉണ്ട്. അപ്പോൾ നോക്കിക്കേ, നമ്മൾ നോർമലി എന്ത് ചെയ്യും? സ്റ്റോക്സ് കയറിയും കുത്തും. പക്ഷെ ഇവിടെ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, 1 സ്റ്റോക്സ് എന്ന് പറഞ്ഞാൽ ആർക്ക് ഈക്വൽ തന്നെയാണ്? 1 സ്റ്റോക്സ് ഈസ് ഈക്വൽ ടു 1 സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. ഓക്കെ, അപ്പം ഇവിടെ നോക്കിക്കേ, സ്റ്റോക്സും കറക്റ്റാ, സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡും കറക്റ്റാ. അപ്പം നമ്മുടെ റൈറ്റ് ആൻസർ ശരിക്കും ബോത്ത് B and C ആണ്. ഓക്കെ, ഇങ്ങനെ കൺഫ്യൂഷൻ. അപ്പം ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ.
അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ നമുക്കുള്ള പ്രശ്നങ്ങൾ വരാൻ ചാൻസസ് ഉണ്ട്, അല്ല ഇപ്പോൾ ഇത് തെറ്റിയേനെ. ഓക്കെ, അപ്പം അതാണ് ഡി ആണ് റൈറ്റ് ആൻസർ. ബോത്ത് ബി ആൻഡ് സി ആൻഡ് റൈറ്റ് ആൻസർ. അതായത് സ്റ്റോക്സും കറക്റ്റ് ആണ്, സെന്റിമീറ്റർ CGS യൂണിറ്റ് ആണ് വെച്ചേക്കുന്നത്, SI യൂണിറ്റ് അല്ല. SI യൂണിറ്റ് ആണ് കൈനമാറ്റിക് വിസ്കോസിറ്റിയുടെ എന്തോ മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, CGS ചോദിച്ചോണ്ടാ, SI ആണെങ്കിൽ ആൻസർ മാറിയാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയും മതി. ഓക്കെ, താങ്ക് യു ഫോർ ഓൾ.